Hello dear students. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സെമികണ്ടക്ടർ മെമ്മറി. ഓക്കേ, സെമികണ്ടക്ടർ മെമ്മറി. അപ്പോൾ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് മെമ്മറിയുടെ ക്യാരക്ടറിസ്റ്റിക്സിന് ഫിസിക്കൽ characteristics of memory പഠിച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ in physical characteristics of memory there are three types of memory. First one is semiconductor memory, magnetic memory, optical memory. Okay. So here we are going to discuss about semiconductor memory. Okay. So what is semiconductor memory? Semiconductor memory is the memory constructed by using semiconductor devices. Okay. So memory constructed by semiconductor devices to store data. So data store ചെയ്യാൻ വേണ്ടി semiconductor deviceകളായ IC ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ അതിനെ എന്ത് പറയും? Semiconductor memory എന്ന് പറയും. ഓക്കെ, ഹെഡിങ് എഴുതാം, സെമികണ്ടക്ടർ മെമ്മറി. മെയിൻ ഹെഡിങ് ആയിട്ട് എഴുതാം കേട്ടോ, സെമികണ്ടക്ടർ മെമ്മറി. അതിനകത്ത് സെമികണ്ടക്ടർ മെമ്മറിക്ക് താഴെ എഴുതാം, നോട്ട്സ് നമുക്ക് തരാം. സെമികണ്ടക്ടർ മെമ്മറി അതാണ്. അപ്പോൾ സെമികണ്ടക്ടർ മെമ്മറി മീൻസ് ദ മെമ്മറി കൺസ്ട്രക്റ്റഡ് ബൈ യൂസിങ് സെമികണ്ടക്ടർ ഡിവൈസസ്. ഓക്കെ, ഇനി അതിനകത്ത് സെമികണ്ടക്ടർ മെമ്മറിയിൽ പിന്നെ നമുക്ക് ഒന്ന് പറയാനുള്ളത് ദ ബേസിക് സെമികണ്ടക്ടർ മെമ്മറിക്ക് ബേസിക് എലിമെന്റ്, ഡാറ്റ സ്റ്റോർ ചെയ്യാനുള്ള ബേസിക് എലിമെന്റ് എന്ന് പറയുന്നത് സെൽ എന്നാണ്. സെൽ, CEL, സെൽ. ഒരു സെല്ല് എന്ന് പറയുന്നതാണ്, കുറെ സെല്ല് കൂടിയതാണ് സെമികണ്ടക്ടർ മെമ്മറി. ഓക്കെ, കുറെ സെൽസ് ഉണ്ടാവും. ഒരു സെൽ എന്ന് പറയുന്നത് എന്താണ്? ഒരു സെൽ എന്ന് പറയുന്നത് ഒരു ബിറ്റ് ഓഫ് ഡാറ്റയെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എ സെൽ ഈസ് യൂസ്ഡ് ടു സ്റ്റോർ 1 ബിറ്റ് ഓഫ് ഡാറ്റ, ഐദർ 0 or 1. ഓക്കെ, 0നെയോ 1നെയോ സ്റ്റോർ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ് മെമ്മറി സെൽ എന്ന് പറയുന്നത്. ഒരു സെൽ എന്ന് പറയുന്നത് ഒരു ബിറ്റ് ഡാറ്റയെ സ്റ്റോർ ചെയ്യാൻ പറ്റും. അപ്പൊ 8 സെല്ല് കൂടിയാലേ നമുക്ക് 1 ബൈറ്റ് ഓഫ് ഡാറ്റയെ സ്റ്റോർ ചെയ്യാൻ പറ്റുള്ളൂ, ഐദർ ഇറ്റ് ഈസ് 0 or 1 എന്തോ ആവട്ടെ. അപ്പോൾ ഒരു ബിറ്റ് ഓഫ് ഡാറ്റയെ സ്റ്റോർ ചെയ്യാൻ വേണ്ടി ഒരു സെല്ല് ഉപയോഗിക്കും. അപ്പൊ 8 ബിറ്റ് ഡാറ്റയെ സ്റ്റോർ ചെയ്യാൻ വേണ്ടി 8 സെൽസ് വേണം. അപ്പൊ നമുക്ക് ഒരു ബൈറ്റ് എന്ന് പറയുന്നതാണല്ലോ 8 ബിറ്റ് അല്ലേ? 8 ബിറ്റ് കൂടിയതാണ് ഒരു ബൈറ്റ്. അപ്പൊ അതുകൊണ്ട് ഒരു 1 ബൈറ്റ് ഓഫ് ഡാറ്റ വി നീഡ് 8 സെൽസ്. ഫോർ 1 കിലോബൈറ്റ് ഡാറ്റ വി നീഡ് എത്ര? 1024 into 8, അത്രയും സെൽസ് വേണം. ഓക്കെ, മെമ്മറിക്കകത്ത് കുറെ സെൽസ് ആണ് ഉണ്ടാവുക. അപ്പൊ സെല്ലിനെ നമുക്ക് ഗ്രാഫിക്കലി നമുക്ക് ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാം. പിക്ചറൽ റെപ്രസെന്റേഷൻ എന്ന് പറയുന്നത് ഒരു സെല്ലിനെ ഒരു ബ്ലോക്ക് ആയിട്ട് വരയ്ക്കാം. ഒരു സെല്ലിനകത്ത്, ഒരു മെമ്മറി സെല്ലിനകത്ത് നമുക്ക് എന്ത് ചെയ്യാം? ഒരു മെമ്മറിക്കൊക്കെ നമ്മൾ എന്താ ചെയ്യാൻ പറ്റുക? ഒന്നുകിൽ റീഡിങ് അല്ലെങ്കിൽ റൈറ്റിംഗ്. ഓക്കെ, അപ്പൊ ചിലപ്പോൾ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് സെല്ലിനെ പറ്റിയിട്ട്. മെമ്മറി സെൽ എന്താണ്? അപ്പൊ മെമ്മറി സെൽ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ബിറ്റ് ഓഫ് ഡാറ്റയെ സ്റ്റോർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് മെമ്മറി സെൽ. ഓക്കെ, മെമ്മറി സെല്ലിനകത്ത് ഇപ്പൊ രണ്ട് ഡയഗ്രാം വരയ്ക്കാറുണ്ട്. സെല്ലിനകത്ത് റീഡിങ് എങ്ങനെയാണ്, റൈറ്റിംഗ് എങ്ങനെയാണ്? വളരെ സിമ്പിൾ ആണ്. റീഡിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? സെല്ലിൽ നിന്ന് പുറത്തേക്ക് പോകുന്നതിനാണോ അകത്തേക്ക് വരുന്നതിനാണോ റീഡിംഗ് എന്ന് പറയുന്നത്? മെമ്മറിയിലേക്ക് വരുന്നതിനാണോ റീഡിംഗ് എന്ന് പറയാം, മെമ്മറിയിൽ നിന്ന് പോകുന്നതിനാണോ റീഡിംഗ് എന്ന് പറയാം? റീഡിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? മെമ്മറിയിൽ നിന്ന് പുറത്തേക്ക് പോകുന്നല്ലോ റീഡിംഗ്. നമ്മൾ വായിക്കുന്നത്, നമുക്ക് നോട്ട് ബുക്കിൽ നമുക്ക് നോട്ട് ബുക്ക് ഒരു മെമ്മറി ആയിട്ട് കണക്കാക്കുകയാണെങ്കിൽ റീഡിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? നോട്ട് ബുക്കിൽ നിന്ന് നമ്മളിലേക്ക് വരുന്ന റീഡിംഗ്, പുറത്തേക്ക്, ആരോ മാർക്ക് പുറത്തേക്ക്. ഇനി റൈറ്റിംഗ് ആണെങ്കിൽ എന്താ പറയാ? റൈറ്റിങ്ങിന് നമുക്ക് ആരോ മാർക്ക് മെമ്മറിയിലോട്ട് പോകുന്നതിനാണ് നമ്മൾ റൈറ്റിംഗ് എന്ന് പറയാം. റൈറ്റ് ചെയ്യുക, സ്റ്റോർ ചെയ്യുക. റൈറ്റ് ചെയ്യുക എന്ന് പറയാം, സ്റ്റോർ ചെയ്യുക എന്ന് പറയാം, അതൊക്കെയാണ് റൈറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ റീഡിംഗ് എന്ന് പറയുന്നത് ഡാറ്റ ഡയറക്ഷൻ ഈസ് ഫ്രം മെമ്മറി ടു ഔട്ട്സൈഡ്. റീഡിംഗ് അതാണ് റീഡിംഗ്. റൈറ്റിംഗ് എന്ന് പറയുന്നത് ഡാറ്റ ഫ്രം ഔട്ട്സൈഡ് ടു മെമ്മറി, മെമ്മറിയിലേക്ക് പോകുന്നതിനാണ് റൈറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഈ സെല്ല് വരയ്ക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ള, ഒരു സെല്ലിന് ഒരു ബിറ്റ് ഓഫ് ഡാറ്റയാണ് സ്റ്റോർ ചെയ്യാൻ പറ്റുക. അപ്പൊ സെല്ല് വരയ്ക്കുമ്പോൾ നമ്മൾ റീഡിങ്ങിന് പറയുന്ന പേര് റീഡിംഗ് എന്നല്ല, സെൻസ് എന്നാണ്. SENS, സെൻസ്. അപ്പൊ സെൻസ് ചെയ്യാന്നാണ് പറയാം. പുറത്തേക്ക് റീഡ് ചെയ്യുന്നതിന് നമ്മൾ സെൻസ് എന്നാ പറയാ, റൈറ്റ് ചെയ്യുന്നതിന് റൈറ്റ് തന്നെയാണ് പറയാം. ഓക്കെ, അപ്പൊ അതൊന്ന് നോക്കിയാൽ മതി. അപ്പൊ അതിന്റെ പിക്ചറൽ റെപ്രസെന്റേഷൻ ഉണ്ട്. പിന്നെ നോക്കാം, അപ്പൊ എഴുതിയെടുക്കാം. സെമികണ്ടക്ടർ മെമ്മറി എന്ന് എഴുതാം. മെയിൻ മെമ്മറി യൂസസ് സെമികണ്ടക്ടർ ഡിവൈസസ് ടു സ്റ്റോർ ഡാറ്റ. സെമികണ്ടക്ടർ മെമ്മറിക്ക് മെയിൻ എക്സാമ്പിൾ ആണ് മെയിൻ മെമ്മറി, നമ്മുടെ റാം. അപ്പൊ മെയിൻ മെമ്മറി യൂസസ് സെമികണ്ടക്ടർ ഡിവൈസസ് ടു സ്റ്റോർ ഡാറ്റ. ദ ബേസിക് എലിമെന്റ് ഓഫ് സെമികണ്ടക്ടർ മെമ്മറി ഈസ് മെമ്മറി സെൽ. സെമികണ്ടക്ടർ മെമ്മറിയുടെ ബേസിക് എലിമെന്റ് എന്താണ്? മെമ്മറി സെല്ലാണ്. അതായത് ബേസിക് എലിമെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഡാറ്റ സ്റ്റോർ ചെയ്യാൻ വേണ്ടി ബേസിക് ആയിട്ട് ഉപയോഗിക്കുന്നത് എന്താണെന്നാണ് ബേസിക് എലിമെന്റ്. The basic element of semiconductor memory is memory cell. The memory cell store 1 bit of data.
ഇൻ എ മെമ്മറി സെൽ വി ക്യാൻ റീഡ് ഓർ റൈറ്റ് 1 ബിറ്റ് ഓഫ് ഡാറ്റ. നമുക്ക് റീഡ് ചെയ്യാനോ റൈറ്റ് ചെയ്യാനോ പറ്റുള്ളൂ. 1 ബിറ്റ് ഓഫ് ഡാറ്റ റീഡ് ചെയ്യാം അല്ലെങ്കിൽ റൈറ്റ് ചെയ്യാം. അതാണ് മെമ്മറി സെൽ. ഇനി അതിന്റെ പിക്ചോറൽ റെപ്രസെന്റേഷൻ നമുക്ക് കാണിച്ചിട്ടുണ്ട്. പിക്ചോറൽ റെപ്രസെന്റേഷൻ ഇങ്ങനെ ഇത് വരയ്ക്കാം കേട്ടോ. മെമ്മറി സെല്ല് ചോദിച്ചാൽ ഇത് വരയ്ക്കാം. ഇപ്പൊ മെമ്മറി സെല്ല് കണ്ടില്ലേ? മെമ്മറി സെല്ലിനകത്ത് എന്താണ് ഒരു സെല്ല് റീഡിങ്ങിന്റെ എങ്ങനെയാണെന്ന് എഴുതാം. റീഡിങ്ങിന് എന്താ സെൻസ് എന്ന് പറയും. സെൻസ് എന്ന് പറഞ്ഞാൽ പുറത്തേക്ക്, റീഡിംഗ് എന്ന് പറഞ്ഞാൽ പുറത്തേക്കാണ്, ആരോമാർക്ക് പുറത്തേക്കാണ്. കേട്ടില്ലേ? ഈ സെല്ലിലോട്ട് നമുക്ക് പിന്നെ എന്താണ് ഈ സെല്ലിലോട്ട് നമുക്ക് സെല്ലിൽ നിന്ന് നമുക്ക് ഡാറ്റ റീഡ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഈ സെല്ലിനെ സെലക്ട് ചെയ്യണം. അപ്പൊ സെലക്ട് ചെയ്യാൻ വേണ്ടി ഒരു പിന്നാണ് സെലക്ട്. ഈ സെല്ലിൽ നിന്നാണ് എടുക്കേണ്ടത് എന്ന് പറയാൻ വേണ്ടി സെലക്ട്. പിന്നെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി കുറെ ലൈൻ പറയാം. അപ്പൊ കൺട്രോൾ അതെല്ലാത്തിനും ഉണ്ടാവും കേട്ടോ. എല്ലാ സെല്ലിനും കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഒരു ലൈൻ ഉണ്ടാവും, സെലക്ട് ചെയ്യാൻ വേണ്ടി ഒരു ലൈൻ ഉണ്ടാവും. സെലക്ട്, കൺട്രോൾ. ഈ കൺട്രോൾ ആണ് എന്ത് പറയാ, റീഡ് ചെയ്യണോ റൈറ്റ് ചെയ്യണോ എന്ന് ഇവിടെയാണ് പറയാം. അപ്പൊ ഇവിടെ റീഡിംഗ് എന്നാണ് പറയുന്നത്. റീഡിംഗ് എന്ന് പറഞ്ഞാൽ എന്തായാലും പുറത്തേക്ക് പോകും. സെൻസ് എന്നാണ് പറയുന്നത്, സെൻസ്. അപ്പൊ ഇത് പുറത്തേക്ക് പോകും. റൈറ്റിംഗ് എങ്ങനെയാണ്? റൈറ്റിംഗ് ഓപ്പറേഷൻ ഒരു സെല്ലാണ്. സെല്ലിനെ സെലക്ട് ചെയ്യാൻ വേണ്ടി ഈ സെല്ലിനെ സെലക്ട് ചെയ്യാൻ വേണ്ടി ഒരു സെലക്ട് ലൈൻ ഉണ്ടാവും. റീഡിംഗ് ആണോ റൈറ്റിംഗ് ആണോ എന്ന് പറയാൻ വേണ്ടി ഈ കൺട്രോൾ ലൈൻ പറയും. അപ്പൊ ഈ കൺട്രോൾ ലൈൻ റൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താവും? ഡാറ്റ ഉള്ളിൽ നിന്ന് പുറത്തു നിന്ന് ഉള്ളിലേക്ക് പോകും. റൈറ്റ് ഉള്ളിലേക്ക് പോകും. എഴുതുക, റൈറ്റ് ചെയ്ത് വെക്കുകയാണ് ഇവിടെ. ഓക്കെ. അപ്പൊ ഈ ഡയഗ്രാം വരച്ച് വെക്കുക കേട്ടോ. ഈ ഡയഗ്രാം വരയ്ക്കാം. നെക്സ്റ്റ് വൺ നമുക്ക് പഠിക്കാനുള്ളത് വെരി ഇമ്പോർട്ടന്റ് ആണ്. ഇത് എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ടൈപ്സ് ഓഫ് മെയിൻ മെമ്മറി. അപ്പൊ ടൈപ്സ് ഓഫ് മെയിൻ മെമ്മറി എന്ന് പറഞ്ഞാൽ മെയിൻ മെമ്മറി എത്ര ടൈപ്പാ? മെയിൻ മെമ്മറി 2 ടൈപ്പാണ്. നമ്മൾ റാം എന്നാണ് കോമൺ ആയിട്ട് പറയാം. പക്ഷെ റോമും കൂടിയുണ്ട് മെയിൻ മെമ്മറിക്ക്. മെയിൻ മെമ്മറി എന്ന് പറയുന്നത് റാമും റോമും കൂടി തന്നെയാണ് നമ്മൾ എന്താ പറയാ മെയിൻ മെമ്മറി എന്ന്. അപ്പൊ മെയിൻ മെമ്മറി 2 ടൈപ്പാണ്, റാം ആൻഡ് റോം. അപ്പൊ റാമും കുറെ ടൈപ്പ് ഉണ്ട്, റോമും കുറെ ടൈപ്പ് ഉണ്ട്. ഓക്കെ. അപ്പൊ നമുക്ക് നോക്കുകയാണെങ്കിൽ റാം എന്ന് പറയുന്നത് പിന്നെ മെയിൻ മെമ്മറി എന്ന് പറയുന്നത് റാം എത്ര ടൈപ്പ് ഉണ്ട്? മെയിൻ ആയിട്ട് സ്റ്റാറ്റിക് റാമും ഡൈനാമിക് റാം. റാമിനെ മെയിൻ ആയിട്ട് 2 ആയിട്ട് തിരിച്ചിട്ടുണ്ട്, സ്റ്റാറ്റിക് റാം ആൻഡ് ഡൈനാമിക് റാം. ഒരു പിക്ചർ ഞാൻ വരയ്ക്കാം, അത് കാണിക്കാം നിങ്ങൾക്ക്. സ്റ്റാറ്റിക് റാം ഉണ്ട്, ഡൈനാമിക് റാം. ഈ സ്റ്റാറ്റിക് റാം എന്താ, ഡൈനാമിക് റാം എന്താന്ന് പറയാം. അത് ഡിഫറൻസിയേഷൻ, സ്റ്റാറ്റിക് റാമിന്റെയും ഡൈനാമിക് റാമിന്റെയും ഡിഫറൻസിയേഷൻ എന്ന് പറയുന്നത് എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. സ്റ്റാറ്റിക് റാമിന്റെയും ഡൈനാമിക് റാമിന്റെയും ഡിഫറൻസിയേഷൻ. അപ്പൊ ഒരു 6 പോയിന്റ് സ്റ്റാറ്റിക് റാമിൽ എഴുതണം, 6 പോയിന്റ് ഡൈനാമിക് റാമിൽ എഴുതണം. ശ്രദ്ധിക്കുക, സ്റ്റാറ്റിക് റാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാറ്റിക് റാം ഉണ്ടാക്കിയിരിക്കുന്നത് ഇറ്റ് ഈസ് കൺസ്ട്രക്റ്റഡ് ബൈ യൂസിങ് ഫ്ലിപ്പ് ഫ്ലോപ്പ് FLIP ഒരു സാധനമാണ്. അപ്പൊ മെമ്മറി ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന സംഭവമാണ് ഫ്ലിപ്പ് ഫ്ലോപ്പ്. അത് നിങ്ങൾ DCP എന്ന സബ്ജക്റ്റിൽ പഠിക്കുന്നത്. ഓക്കെ. അപ്പൊ സ്റ്റാറ്റിക് റാം ഈസ് മേഡ് അപ്പ് ഓഫ് ഫ്ലിപ്പ് ഫ്ലോപ്പ് കൊണ്ടാണ് സ്റ്റാറ്റിക് റാം ഉണ്ടാക്കിയിരിക്കുന്നത്. ഡൈനാമിക് റാം എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? കപ്പാസിറ്റർ ഉപയോഗിച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ. രണ്ടും തമ്മിലെ വ്യത്യാസം, ഫസ്റ്റ് വ്യത്യാസമാണ്. ഇത് എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. 6 മാർക്സ് എപ്പോഴും നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. സ്റ്റാറ്റിക് റാം ഈസ് കൺസ്ട്രക്റ്റഡ് ബൈ ഫ്ലിപ്പ് ഫ്ലോപ്പ്, ഡൈനാമിക് റാം ഈസ് കൺസ്ട്രക്റ്റഡ് ബൈ കപ്പാസിറ്റർ. ഓക്കെ. ഇനി സ്റ്റാറ്റിക് റാമിന്റെ വേറെ പ്രത്യേകത, സ്റ്റാറ്റിക് റാം എക്സ്പെൻസീവ് ആണ്, പൈസ കൂടുതലാണ്. സ്റ്റാറ്റിക് റാം എക്സ്പെൻസീവ് ആണ്, ഡൈനാമിക് റാം അത്രത്തോളം എക്സ്പെൻസീവ് അല്ല. ഓക്കെ. ഇനി പിന്നെ ഒരു കാര്യം, സ്റ്റാറ്റിക് റാമിന് കൂടുതൽ പവർ ഉപയോഗിക്കും, വർക്ക് ചെയ്യാൻ വേണ്ടി കൂടുതൽ പവർ ഉപയോഗിക്കും. ഇറ്റ് കൺസ്യൂംസ് മോർ പവർ. ഡൈനാമിക് റാം എന്താ, മോർ പവർ ഉപയോഗിക്കും. ഇറ്റ് കൺസ്യൂംസ് ലെസ് പവർ. ഡൈനാമിക് റാം കുറച്ച് പവർ പിന്നെ ഈ വോൾട്ടേജ് ഉപയോഗിക്കുള്ളൂ, വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പവർ കുറച്ചേ ഉപയോഗിക്കുള്ളൂ. ഇനി രണ്ടാമത്തെ പ്രത്യേകത, സ്റ്റാറ്റിക് റാം ഫാസ്റ്റ് ആണ്, സ്പീഡ് കൂടുതലാണ്. സ്റ്റാറ്റിക് റാം സ്പീഡ് കൂടുതലാണ്, ഡൈനാമിക് റാം സ്പീഡ് കുറവാണ്. പിന്നുള്ളത് പിന്നെ സ്റ്റാറ്റിക് റാമിന്റെ ഡൈനാമിക് വേറൊരു കാര്യം, ഡൈനാമിക് റാമിന് എന്താ നമ്മൾ ഉപയോഗിക്കുന്നത്? കപ്പാസിറ്റർ ആണ് ഉപയോഗിക്കുന്നത്, അല്ലെ? ഡൈനാമിക് റാം കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത് എന്ത് ഉപയോഗിച്ചിട്ടാണ്? കപ്പാസിറ്റർ ഉപയോഗിച്ചിട്ടാണ്. അതുകൊണ്ട് കപ്പാസിറ്റർ എന്ന് പറയുന്നത് ചാർജ് തീർന്നു പോകും. കപ്പാസിറ്റർ ചാർജ് ചെയ്ത് വെച്ചാൽ കുറച്ച് സമയം കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഡിസ്ചാർജ് ആയി പോകും. അപ്പൊ അതുകൊണ്ട് സ്റ്റാറ്റിക് കപ്പാസിറ്ററിനെ ഇടയ്ക്കിടയ്ക്ക് ചാർജ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി ഒരു റിഫ്രഷിംഗ് സർക്യൂട്ടറി വേണം. ഇത് കപ്പാസിറ്ററിന്. അപ്പൊ അതുകൊണ്ട് സ്റ്റാറ്റിക് റാമിന് there is no need of refreshing circuitry. Dynamic റാമിന് it need a refreshing circuitry. റിഫ്രഷിംഗ് സർക്യൂട്ട് വേണം ഇതിന്, ഡൈനാമിക് റാമിന്. ഓക്കെ. പിന്നുള്ളത് സ്റ്റോറേജ് കപ്പാസിറ്റി കൂടുതൽ സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന ഡൈനാമിക് റാമിന്. ഹൈ സ്റ്റോറേജ് കപ്പാസിറ്റി ആണ് ഇതിന്, ഡൈനാമിക് റാമിന്. സ്റ്റാറ്റിക് റാമിന് കുറഞ്ഞ സ്റ്റോറേജ് കപ്പാസിറ്റിയാണ്. ഓക്കെ. പിന്നുള്ളത് ഇത്തരം കാര്യങ്ങളാണ് സ്റ്റാറ്റിക് റാം, ഡൈനാമിക്.
ഇനി പാക്കിംഗ് ഡെൻസിറ്റി കൂടുതൽ ഒരു കാര്യമുണ്ട്. പാക്കിംഗ് ഡെൻസിറ്റി എന്ന് പറയുന്ന സംഭവമുണ്ട്. പാക്കിംഗ് ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ എന്താ, ഒരു ഇഞ്ച് സ്ഥലത്ത് എടുക്കുക. ഒരു ഇഞ്ച് സ്ഥലത്ത് സ്റ്റാറ്റിക് റാം ആണെങ്കിൽ എന്താണ് കുറച്ചേ കൊള്ളുള്ളൂ, ഒരു 5 സ്റ്റാറ്റിക് റാമേ കൊള്ളുള്ളൂ, 5 ബിറ്റ് സ്റ്റോർ ചെയ്യാനേ പറ്റുള്ളൂ. ഇതേ സ്ഥലത്ത് തന്നെ ഡൈനാമിക് റാം ആണെങ്കിൽ 20 എണ്ണം സ്റ്റോർ ചെയ്യാൻ പറ്റും. ഇതാണ് പാക്കിംഗ് ഡെൻസിറ്റി എന്ന് പറയുന്നത്. ഒരു പെർട്ടിക്കുലർ സ്ഥലത്ത് ഒരു സെന്റിമീറ്ററിൽ സ്റ്റാറ്റിക് റാം 5 ബിറ്റ് സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന സ്റ്റാറ്റിക് റാമേ ഒരു സെന്റിമീറ്ററിൽ കൊള്ളൂ എങ്കിൽ ഡൈനാമിക് റാമിൽ ഒരു സെന്റിമീറ്ററിനകത്ത് 20 എന്ത് ചെയ്യാൻ പറ്റും, ബിറ്റ് ഡാറ്റ സ്റ്റോർ ചെയ്യാൻ വേണ്ടി പറ്റും. അതേ സെയിം സ്ഥലം ഉപയോഗിച്ചിട്ട്. അപ്പൊ ഞാൻ എന്താ പറയാ, പാക്കിംഗ് ഡെൻസിറ്റി എന്ന് പറയും. അപ്പൊ പാക്കിംഗ് ഡെൻസിറ്റി കൂടുതൽ ഡൈനാമിക് റാമിനാണ്, പാക്കിംഗ് ഡെൻസിറ്റി കുറവ് സ്റ്റാറ്റിക് റാമിനാണ്. ഓക്കെ, അതാണ് സൈസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സൈസ് കൂടുതൽ എന്ന് പറഞ്ഞാൽ മതിയല്ലോ. സൈസ് കൂടുതൽ സ്റ്റാറ്റിക് റാമിനാണ്, ഡൈനാമിക് റാമിന് സൈസ് കുറച്ചുകൂടി കുറവാണ്. ഓക്കെ, അപ്പൊ സ്റ്റാറ്റിക് റാമിന്റെയും ഡൈനാമിക് റാമിന്റെയും വ്യത്യാസം നോക്കാം. സ്റ്റാറ്റിക് റാം ഫസ്റ്റ് വ്യത്യാസം, സ്റ്റാറ്റിക് റാം മെയ്ഡ് ബൈ ഫ്ലിപ്പ് ഫ്ലോപ്പ്, ഡൈനാമിക് റാം മെയ്ഡ് ബൈ കപ്പാസിറ്റർ. സ്റ്റാറ്റിക് റാം പിന്നെ സൈസ് ലാർജ് ഇൻ സൈസ്, ഡൈനാമിക് റാം സ്മോൾ ഇൻ സൈസ്. പിന്നെ സ്റ്റാറ്റിക് റാമിൽ ഡാറ്റ സ്റ്റോർ ഇൻ ദ ഫോം ഓഫ് വോൾട്ടേജ്, ഡൈനാമിക് റാമിൽ ഡാറ്റ സ്റ്റോർ ഇൻ ദ ഫോം ഓഫ് ചാർജ്. കപ്പാസിറ്റർ ചാർജ് ആണ് സ്റ്റോർ ചെയ്യുക. അപ്പൊ കപ്പാസിറ്റർ ആണ്, അതുകൊണ്ട് ചാർജ് ആണ് സ്റ്റോർ ചെയ്യുക. സ്റ്റാറ്റിക് റാമിൽ വോൾട്ടേജ് ആണ് സ്റ്റോർ ചെയ്യുക. ഇനി സ്റ്റാറ്റിക് റാം എക്സ്പെൻസീവ് ആണ്, ഡൈനാമിക് റാം ലെസ് എക്സ്പെൻസീവ് ആണ്. ഇനി സ്റ്റാറ്റിക് റാമിന് പിന്നെ കുറച്ച് സ്റ്റോർ ചെയ്യാൻ പറ്റുള്ളൂ, ലോ സ്റ്റോറേജ് കപ്പാസിറ്റി. ഡൈനാമിക് റാമിന് ഹൈ സ്റ്റോറേജ് കപ്പാസിറ്റി. അതാണ് നമ്മൾ പാക്കിംഗ് ഡെൻസിറ്റി എന്ന് പറയുന്നത്. പാക്കിംഗ് ഡെൻസിറ്റി കൂടുതലാണ് ഡൈനാമിക് റാമിന്, പാക്കിംഗ് ഡെൻസിറ്റി കുറവാണ് സ്റ്റാറ്റിക് റാമിന്. ഓക്കെ, പിന്നീട് സ്റ്റാറ്റിക് റാം കൂടുതൽ പവർ ഉപയോഗിക്കും, ഡൈനാമിക് റാം കുറച്ച് പവർ ഉപയോഗിക്കും. അപ്പോൾ സ്റ്റാറ്റിക് റാം കൺസ്യൂംസ് മോർ പവർ, ഡൈനാമിക് റാം കൺസ്യൂംസ് ലെസ് പവർ. പിന്നീട് സ്റ്റാറ്റിക് റാം ഈസ് ഫാസ്റ്റർ, ഡൈനാമിക് റാം ഈസ് സ്ലോ. ഇത് നമുക്ക് കമ്പയർ ചെയ്യുമ്പോഴാണ് സ്റ്റാറ്റിക് റാമിന് സ്പീഡ് കൂടുതലാണ്, ഡൈനാമിക് റാം സ്പീഡ് കുറവാണ്. പിന്നെ സ്റ്റാറ്റിക് റാമിന് റിഫ്രഷിംഗ് സർക്യൂട്ട് വേണ്ട, ഡൈനാമിക് റാമിന് റിഫ്രഷിംഗ് സർക്യൂട്ട് വേണം. ഇതാണ് വ്യത്യാസം. ഓക്കെ, ഇതാണ് സ്റ്റാറ്റിക് റാമും ഡൈനാമിക് റാമും. അപ്പൊ ഇനി സ്റ്റാറ്റിക് റാം തന്നെ പിന്നെ നമുക്ക് പറയാനുള്ളത്, സ്റ്റാറ്റിക് റാം പറഞ്ഞു, ഡൈനാമിക് റാം. ഇനി സ്റ്റാറ്റിക് റാം രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. സ്റ്റാറ്റിക് റാം ഒന്ന് സിങ്ക്രണസും സ്റ്റാറ്റിക് റാമും, രണ്ടാമത്തെ അസിങ്ക്രണസ് സ്റ്റാറ്റിക് റാം. അപ്പൊ സിങ്ക്രണസ് സ്റ്റാറ്റിക് റാം ആൻഡ് അസിങ്ക്രണസ് സ്റ്റാറ്റിക് റാം. അപ്പൊ സിങ്ക്രണസ് സ്റ്റാറ്റിക് റാം എന്ന് പറഞ്ഞാൽ എന്താ? സിങ്ക്രണസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എവിടെയാണെങ്കിലും സിങ്ക്രണസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, സെയിം ക്ലോക്ക്, എല്ലാവരും ഉപയോഗിക്കുന്ന സെയിം ക്ലോക്ക് ആണെങ്കിൽ അതിനെന്താ പറയുക, സിങ്ക്രണസ് സ്റ്റാറ്റിക് റാം. അപ്പോൾ ഇൻ എ സിങ്ക്രണസ് സ്റ്റാറ്റിക് റാം ഇറ്റ് യൂസസ് സെയിം ക്ലോക്ക് വിത്ത് ദ CPU ഫോർ ഇറ്റ്സ് വർക്കിംഗ്. CPUവിന്റെ ക്ലോക്ക് തന്നെയാണ് ആരും ഉപയോഗിക്കുക, സെയിം ക്ലോക്ക് ആണ് റാം ഉപയോഗിക്കുന്നത് അതിന്റെ വർക്കിങ്ങിന് വേണ്ടിയിട്ട്. അതിനാണ് എന്താ പറയാ, സെയിം ക്ലോക്ക് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ അതിനെ സിങ്ക്രണസ് എന്ന് പറയും. ഡിഫറെന്റ് ക്ലോക്ക് ആണ് ഉപയോഗിക്കുക. ക്ലോക്ക് എന്നാണ് പറഞ്ഞാൽ ക്ലോക്ക് ഉപയോഗിച്ചിട്ട് എല്ലാ സംഭവങ്ങളും വർക്ക് ചെയ്യുള്ളൂ. കമ്പ്യൂട്ടറിനകത്ത് ക്ലോക്ക് സിഗ്നൽ ഉണ്ടാവും, സ്ക്വയർ വേവ് സിഗ്നൽ ഉണ്ടാവും. ഓട്ടെ, അപ്പൊ അതാണ് ക്ലോക്ക് സിഗ്നൽ. ഇറ്റ് യൂസസ് സിങ്ക്രണസ് സ്റ്റാറ്റിക് റാം യൂസസ് സെയിം ക്ലോക്ക് സിഗ്നൽ വിത്ത് ദ CPU ഫോർ ഇറ്റ്സ് വർക്കിംഗ്. അസിങ്ക്രണസ് സ്റ്റാറ്റിക് റാം യൂസസ് ഡിഫറെന്റ് ക്ലോക്ക് ഫോർ ഇറ്റ്സ് വർക്കിംഗ്. അസിങ്ക്രണസ് സ്റ്റാറ്റിക് റാം ആണെങ്കിൽ വേറെ അതിന് വേണ്ടി സെപ്പറേറ്റ് ക്ലോക്ക് ആണ് ഉപയോഗിക്കുക. CPUവിന്റെ ക്ലോക്കിന്റെ കൂടെ അല്ലാത്ത വേറൊരു ക്ലോക്ക് ആണ് എന്ത് ഉപയോഗിക്കാം, അസിങ്ക്രണസ് സ്റ്റാറ്റിക് റാം ഉപയോഗിക്കുക വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പൊ സിങ്ക്രണസ് എന്ന് പറഞ്ഞാൽ എപ്പോഴും ഏത് കേസിലാണ് സിങ്ക്രണസ് എന്ന് പറഞ്ഞാൽ സെയിം ക്ലോക്ക് ആണ്, അസിങ്ക്രണസ് എന്ന് പറഞ്ഞാൽ ഡിഫറെന്റ് ക്ലോക്ക് ആണ്. അപ്പൊ വർക്ക് ചെയ്യാൻ വേണ്ടി ഡിഫറെന്റ് ക്ലോക്കുകളാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അതിനെ അസിങ്ക്രണസ് എന്ന് പറയും. സെയിം ക്ലോക്ക് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ അതിനെ സിങ്ക്രണസ് എന്ന് പറയും. അപ്പൊ സ്റ്റാറ്റിക് റാം പഠിച്ചു. റാം രണ്ട് ടൈപ്പാണ്, സ്റ്റാറ്റിക് റാം, ഡൈനാമിക് റാം. സ്റ്റാറ്റിക് റാം തന്നെ രണ്ട് ടൈപ്പ്, സിങ്ക്രണസ് സ്റ്റാറ്റിക് റാം, അസിങ്ക്രണസ് സ്റ്റാറ്റിക് റാം. ഇനിയുള്ള ഡൈനാമിക് റാം. ഡൈനാമിക് റാം തന്നെ നമുക്ക് മൂന്നായിട്ട് തിരിച്ചിട്ടുണ്ട്. ഡൈനാമിക് റാമിന് ഫസ്റ്റ് വൺ SD റാം. ഡൈനാമിക് റാമാണ് നമ്മൾ കൂടുതൽ ഉപയോഗിക്കുന്നത് കേട്ടോ. ഡൈനാമിക് റാമാണ് നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പൊ ഡൈനാമിക് റാം തന്നെ മൂന്നായിട്ട് തിരിച്ചിട്ട്, ഒന്ന് SD റാം എന്ന് പറയും. SD റാം എന്ന് പറഞ്ഞാൽ സിങ്ക്രണസ് ഡൈനാമിക് റാം, സിങ്ക്രണസ് ഡൈനാമിക് റാം. അപ്പൊ SD റാം ആണ് നമ്മൾ ഏറ്റവും മോസ്റ്റ് കോമൺലി യൂസ്ഡ് റാം ആണ് എന്ത്, SD റാം. SD റാം എന്ന് പറയുന്നത് ഇറ്റ് ഹാസ് ഇംപ്രൂവ്ഡ് പെർഫോമൻസ്, കുറച്ചുകൂടി പെർഫോമൻസ് കൂടുതലാണ്, സിമ്പിൾ ഡിസൈൻ ആണ്, ആൻഡ് സിങ്ക്രണൈസ്ഡ് ആണ്. സിങ്ക്രണസ് സ്റ്റാറ്റിക് റാം അല്ല, അപ്പൊ സിങ്ക്രണൈസ്ഡ് ആണ്. പിന്നെ ഇറ്റ് ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് വൈഡ്ലി യൂസ്ഡ് ഡൈനാമിക് റാം. ഏറ്റവും വൈഡ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഡൈനാമിക് റാം ആണ് SD റാം. SD റാം ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, പിന്നെ ഉള്ളത് SD റാം. ഈ സിങ്ക്രണസ് ഡൈനാമിക് റാം കഴിഞ്ഞാൽ തന്നെ രണ്ടാമത്തെ ടൈപ്പാണ് DDR എന്ന് പറയുന്ന ഒരു സാധനം, DDR SD റാം. അപ്പൊ അതിന് വേറെ തന്നെ ടൈപ്പ് ആയിട്ടാണ് കണക്ക് കൂട്ടുന്നത്. ഒരു SD റാം തന്നെയാണ്, പക്ഷേ അത് DDR SD റാം എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ ഉപയോഗിക്കുന്നത് DDR എന്ന് പറഞ്ഞ റാം ആണ്. ഇപ്പൊ നമ്മുടെ വീട്ടിലൊക്കെയുള്ള കമ്പ്യൂട്ടറിൽ നമ്മൾ ഉപയോഗിക്കുന്ന DDR SD റാം ആണ്. അപ്പൊ DDR SD റാം എന്ന് പറഞ്ഞാൽ, DDR എന്നാണ് ഫുൾ ഫോം, ഡബിൾ ഡാറ്റ റേറ്റ്.
ഇപ്പൊ DDR SDRAM എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ സ്പീഡിൽ പെർഫോമൻസ് ഉള്ള പിന്നെ റാം ആണ് എന്ത് DDR SDRAM. DDR SDRAMന്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് വെച്ചാൽ പിന്നെ DDR എന്ന് പറഞ്ഞാൽ ഡബിൾ ഡാറ്റ റേറ്റ് എന്നാണ്. ഡാറ്റ റേറ്റ് ഡബിൾ ആണ്. SDRAMന്റെ ഡബിൾ സ്പീഡിൽ വർക്ക് ചെയ്യുന്നതാണ് DDR. SDRAM ആണ് കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നത്. SDRAMന്റെ ഡബിൾ ഡാറ്റ റേറ്റ് എന്നാണ് പറയുന്നത്. അതാണ് DDR എന്ന് പറയുന്നത്. അപ്പോൾ ഡബിൾ ഡാറ്റ റേറ്റിൽ വർക്ക് ചെയ്യുന്നതാണ് എന്ത് DDR എന്ന് പറയുന്നതാണ്. ഇപ്പൊ DDR തന്നെ DDR1, DDR2, DDR3 ഒക്കെ ഉണ്ട്. പിന്നെ കൂടുന്ന DDR ആണ് 1, 2, 3 എന്ന് പറയുമ്പോൾ. ഇപ്പൊ ഡബിൾ ഡാറ്റ റേറ്റ് എന്ന് പറയാൻ കാരണം സാധാരണ റാം വർക്ക് ചെയ്യുന്നത് എന്തൊരു കാര്യം കമ്പ്യൂട്ടറിനകത്ത് വർക്ക് ചെയ്യുന്നത് ഒരു ക്ലോക്ക് എന്ന് പറഞ്ഞാൽ ഒരു സ്ക്വയർ വേവിൽ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യും, റീഡിങ്ങോ റൈറ്റിങ്ങോ ചെയ്യും. ഓക്കെ, അടുത്ത ക്ലോക്ക് സിഗ്നലിൽ അടുത്ത കാര്യം ചെയ്യും, റീഡിങ്ങോ റൈറ്റിംഗ് ചെയ്യും. അപ്പോൾ ഒരു റീഡിങ്ങോ റൈറ്റിങ്ങിനോ ഇതിന്റെ ആവശ്യം ഒരു ക്ലോക്ക് സിഗ്നലാണ്. ഒരു ക്ലോക്ക് സിഗ്നലിനകത്ത് ഒരു റീഡിങ്ങോ റൈറ്റിങ്ങോ ചെയ്യും, എന്തെങ്കിലും ഓപ്പറേഷൻ ചെയ്യും. അപ്പൊ DDR വന്നപ്പോൾ എന്തായി? DDR വന്നപ്പോൾ ഒരു ക്ലോക്കിൽ സിഗ്നലിൽ രണ്ട് കാര്യങ്ങൾ ചെയ്യും, ഡബിൾ ഡാറ്റ റേറ്റ്. സാധാരണ ഒരു ക്ലോക്ക് സിഗ്നലിൽ ഒരു കാര്യം ചെയ്തിരുന്നുള്ളൂ. DDR എന്ന് പറയുന്ന ടെക്നോളജി ഇംപ്ലിമെന്റ് ചെയ്തപ്പോൾ ഒരു ക്ലോക്ക് സിഗ്നലിന് രണ്ട് കാര്യങ്ങൾ ചെയ്യും. അതുകൊണ്ട് ഡബിൾ ഡാറ്റ റേറ്റ് എന്തായി, അല്ലെങ്കിൽ പെർഫോമൻസ് എന്തായി ഡബിൾ ആക്കുക എന്ന് പറഞ്ഞാൽ എങ്ങനെയാ ചെയ്യുന്നത് എന്ന് വെച്ചാൽ ഒരു ക്ലോക്ക് ഒരു സ്ക്വയർ വേവ് ആണെങ്കിൽ മുകളിലോട്ട് പോകുന്ന ഒരു ഭാഗമുണ്ട്, കുറച്ച് കഴിഞ്ഞാൽ താഴേക്ക് വരുന്ന ഒരു ഭാഗമുണ്ട്. അപ്പൊ റൈസിംഗ് എഡ്ജും ഉണ്ട്, ഫോളിംഗ് എഡ്ജും ഉണ്ട്. അപ്പം റൈസിംഗ് എഡ്ജിൽ ഒരു കാര്യം ചെയ്യും, തിരിച്ചു വരുമ്പോൾ ഫോളിംഗ് എഡ്ജിലും ഒരു കാര്യം ചെയ്യും. അതുകൊണ്ട് ആ രീതി ഇംപ്ലിമെന്റ് ചെയ്തപ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി, ഒരു ക്ലോക്ക് സൈക്കിളിൽ എന്ത് ചെയ്യാൻ പറ്റി, രണ്ട് കാര്യം ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഉള്ളതിന്റെ ഡബിൾ ഡാറ്റ റേറ്റിൽ ചെയ്യാൻ പറ്റും. ഓക്കെ, അതുകൊണ്ട് ആ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് വർക്ക് ചെയ്യുന്ന റാമാണ് എന്ത് DDR എന്ന് പറയുന്ന റാം. ഇപ്പൊ DDR എന്ന് പറഞ്ഞാൽ DDR1, 2, 3, 4 ഒക്കെ ഉണ്ട്. ഇപ്പൊ വെറുതെ DDR എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം DDR1 ആണ് കേട്ടോ. DDR1നെ DDR1 എന്ന് പറയാറില്ല. DDR റാം എന്ന് പറഞ്ഞാൽ എന്താണ്, DDR1 ആണ്. DDR2 ആണെങ്കിൽ DDR2 എന്ന് പറയും. അപ്പം DDR എന്ന് പറയുന്ന ടെക്നോളജി ഓൾറെഡി ഉള്ള SDRAMന്റെ ഡബിൾ സ്പീഡിൽ വർക്ക് ചെയ്യുന്നതാണ്. അതിന്റെ ഡബിൾ സ്പീഡിൽ വർക്ക് ചെയ്യുന്ന DDR2, അതിന്റെ ഡബിൾ സ്പീഡിൽ വർക്ക് ചെയ്യുന്ന DDR3, അതിന്റെ സ്പീഡ് കൂടിയാണ് DDR4. അപ്പോൾ ഏറ്റവും കൂടുതൽ സ്പീഡിൽ വർക്ക് ചെയ്യുന്നത് DDR4 ആണ്. ഓക്കെ, ഇനി പിന്നെ മൂന്നാമത്തെ ടൈപ്പാണ്. അപ്പൊ നമ്മൾ പറഞ്ഞിരിക്കും മൂന്നാമത്തെ ടൈപ്പ് ഡൈനാമിക് റാമും. ഒന്നാമത്തെ ടൈപ്പ് എന്താ, SDRAM, സിൻക്രണസ് ഡൈനാമിക് റാം. രണ്ടാമത്തെ ഡൈനാമിക് റാം ആണ് എന്ത് DDR SDRAM. മൂന്നാമത്തെ ഡൈനാമിക് റാം ആണ് RDRAM, റാംബസ് ഡൈനാമിക് റാം. അപ്പൊ റാംബസ് ഡൈനാമിക് റാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റാംബസ് എന്ന് പറയുന്ന ഒരു കമ്പനി ഉണ്ടാക്കിയിരിക്കുന്ന റാമാണ് എന്ത് റാംബസ് ഡൈനാമിക്. ഓക്കെ, അത് പിന്നെ SDRAMന് ശേഷം വന്ന റാമായിരുന്നു. പക്ഷെ DDR വന്നതിന് ശേഷം ഇത് ഒഴിവായി. DDR വന്നതിന് ശേഷം RDRAM കുറച്ചുകൂടി നല്ല റാമായിരുന്നു. പക്ഷെ DDR വന്നപ്പോ DDR എന്തായി, RDRAMനേക്കാളും ഹൈ പെർഫോമൻസ് ആയതുകൊണ്ട് ഇപ്പൊ നമ്മൾ സാധാരണ RDRAM ഉപയോഗിക്കാറില്ല, റാംബസ് റാം ഉപയോഗിക്കാറില്ല. ഇപ്പൊ നമ്മൾ DDR റാം ആണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പൊ റാംബസ് ഡൈനാമിക് റാം ഇറ്റ് ഈസ് ഡെവലപ്ഡ് ബൈ റാംബസ്. പിന്നെ എന്താ റാംബസ് ഡൈനാമിക് റാമിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, പിന്നെ ഈ 28ഓളം വയേഴ്സ് ഉണ്ട് ഈ ചിപ്പ്. അതിനകത്തുള്ള റാംബസ് ഡൈനാമിക് റാമിലുള്ള ICയിലുള്ള ചിപ്പുകൾ, ചിപ്പ് ക്യാൻ എക്സ്ചേഞ്ച് ഡാറ്റ വിത്ത് പ്രോസസർ ഓവർ 28 വയേഴ്സ്. അതിന്റെ സൈസ് RDRAMന്റെ സൈസ് 12 സെന്റിമീറ്ററോളം വലിപ്പമുണ്ട്, അതിന് നീളമുണ്ട് അതിന്. ഓക്കെ, ഇത്രയൊക്കെയാണ് റാമിനെ പറ്റി പറയാനുള്ളത്. അപ്പൊ അതില് പിന്നെ നിങ്ങൾക്ക് നോക്കാം, നമുക്ക് അതിന്റെ ഇത് നോക്കാം. അതിന്റെ അടുത്ത ഹെഡിങ് എഴുതാം, ടൈപ്പ് ഓഫ് മെയിൻ മെമ്മറി. മെയിൻ മെമ്മറി can be divided into two types, RAM and ROM. The different types of main memory are explained below. Okay, different type of memory പറഞ്ഞിട്ടുണ്ട്. ഇതാണ് ഈ ഫിഗർ വരച്ചെടുക്കുക. മെയിൻ മെമ്മറി എന്ന് പറഞ്ഞ് വരച്ചെടുക്കുക. മെയിൻ മെമ്മറി ഏതൊക്കെയാ, റാം ഉണ്ട്, റോം ഉണ്ട്. മെയിൻ മെമ്മറി ഉണ്ട്, റാം, റോം ഉണ്ട്. ഇപ്പൊ റാമിന് തന്നെ സ്റ്റാറ്റിക് റാം, ഡൈനാമിക് റാം. സ്റ്റാറ്റിക് റാം തന്നെ സിൻക്രണസ് ഡൈനാമിക് റാം, റാംബസ് ഡൈനാമിക് റാം, DDR SDRAM. SDRAM തന്നെ 3 ഉണ്ട്. സോറി, ഡൈനാമിക് റാം 3. സ്റ്റാറ്റിക് റാം 2 ഉണ്ട് കേട്ടോ. അത് ഞാൻ ഇതിൽ വരച്ചിട്ടില്ല. സ്റ്റാറ്റിക് റാം 2 കൂടി ഇത് വരയ്ക്കുക, ഇവിടെ വരയ്ക്കുക, ഇതേപോലെ ബ്ലോക്കിൽ വരയ്ക്കുക. സ്റ്റാറ്റിക് റാം 2 ആണ്, ഏത് സിൻക്രണസും അസിൻക്രണസും. അത് ഇവിടെ വരയ്ക്കണം കേട്ടോ. സ്റ്റാറ്റിക് റാം വരച്ചിരിക്കണം. ഞാൻ നിങ്ങൾ നോട്ട് അപ്ലോഡ് ചെയ്യുമ്പോൾ നോക്കും, സ്റ്റാറ്റിക് റാം വരച്ചിരിക്കും. സ്റ്റാറ്റിക് റാമിൽ ഇവിടെ എന്താ, സിൻക്രണസ് സ്റ്റാറ്റിക് റാം, രണ്ടാമത്തെ അസിൻക്രണസ് സ്റ്റാറ്റിക് റാം. ഡൈനാമിക് റാം 3, SDRAM, RDRAM, DDR SDRAM. DDR തന്നെ
DDR1, 2, 3, 4 ഉണ്ട് കേട്ടോ. ഇത് വരച്ചെടുക്കണം, ക്ലിയർ ആയിട്ട് വരച്ചെടുക്കുക. ഇത് എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റൻ ആണ്. ഈ ഫിഗർ വരച്ചാൽ തന്നെ നിങ്ങൾക്ക് യു വിൽ ഗെറ്റ് അറൌണ്ട് 50% മാർക്ക്. 10 മാർക്കിന്റെ ക്വസ്റ്റൻ ആണെങ്കിൽ ഇഫ് യു ഡ്രോ ദിസ് ഫിഗർ യു വിൽ ഗെറ്റ് 5 മാർക്ക്. ഓക്കെ, അപ്പൊ ഫിഗറിന് ഏറ്റവും ഇമ്പോർട്ടൻസ് ഉണ്ട്. ഫിഗറിന് വരച്ച് കഴിഞ്ഞാൽ തന്നെ നിങ്ങളുടെ പകുതി മാർക്കായി ഏതിന്റെ കേസിലായാലും. ഒരു ക്വസ്റ്റ്യൻ തന്നു കഴിഞ്ഞാൽ ഇഫ് യു നോ ദ ഫിഗർ യു ജസ്റ്റ് റൈറ്റ് യു ജസ്റ്റ് ഡ്രോ ദ ഫിഗർ വെരി നീറ്റ്ലി, then you will get 50% of mark. Okay. The main memory of a computer used to store program and data that are currently needed by CPU. അപ്പൊ മെയിൻ മെമ്മറി എന്ന് പറഞ്ഞാൽ എന്താ? മെയിൻ മെമ്മറി ഓഫ് എ കമ്പ്യൂട്ടർ, ഒരു കമ്പ്യൂട്ടറിന്റെ മെയിൻ മെമ്മറി എന്ന് പറയുന്നത് എന്ത് സ്റ്റോർ ചെയ്യാനാ? പ്രോഗ്രാമും ഡാറ്റയും അല്ലെ. റാം എന്ന് പറയുന്നത് എന്ത് സ്റ്റോർ ചെയ്യാനാ? ഇപ്പൊ വർക്ക് ചെയ്യുന്ന പ്രോഗ്രാമും ഡാറ്റയും സ്റ്റോർ ചെയ്യാനാണ്. അപ്പൊ റാമിന്റെ പർപ്പസ് എന്താ ശരിക്കും? നമ്മൾ 2-3 പ്രാവശ്യം പറഞ്ഞാണ്. റാം എന്ന് പറഞ്ഞാൽ എന്തിനാ? കമ്പ്യൂട്ടറിനകത്ത് വർക്ക് ചെയ്യേണ്ട സാധനം സ്റ്റോർ ചെയ്യുന്ന സ്ഥലമാണ് റാം. വർക്ക് ചെയ്യേണ്ടാത്തത് വേണ്ട. ഒരു സിനിമ സിനിമ വർക്ക് ചെയ്യുകയാണെങ്കിൽ ആ സിനിമയുടെ ഇപ്പം കാണിക്കുന്ന ഭാഗം എവിടെ ഉണ്ടാവുക? റാമിൽ കൊണ്ടുവന്നാലേ വർക്ക് ചെയ്യുള്ളൂ. ആ ഡിസ്കിൽ നമ്മുടെ പെൻഡ്രൈവിൽ ഉണ്ടായതുകൊണ്ട് കാര്യമില്ല. നമ്മുടെ പെൻഡ്രൈവിൽ ആ ഡാറ്റ സ്റ്റോർ ചെയ്തുകൊണ്ട് കാര്യമില്ല. പെൻഡ്രൈവിൽ നിന്ന് റാമിൽ കൊണ്ടുവന്നാൽ മാത്രമേ കമ്പ്യൂട്ടർ എപ്പോഴും റാമിൽ വന്നിട്ടേ സ്റ്റോർ നോക്കുള്ളൂ. CPU എപ്പോഴും റാമിൽ എന്താണോ ഉള്ളത് അതിനെ മാത്രമേ എക്സിക്യൂട്ട് ചെയ്യുള്ളൂ. അപ്പോൾ ആ ഡിസ്കിൽ നിന്ന് അതിനെ റാമിലേക്ക് കൊണ്ടുവരണം. അപ്പൊ റാം അല്ലെങ്കിൽ റോം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പോൾ കറന്റ്ലി CPU ആവശ്യമായ ഡാറ്റ സ്റ്റോർ ചെയ്യുന്ന സ്ഥലമാണ് എന്ത്? റാം. അതാണ് എഴുതി കറന്റ്ലി നീഡഡ് ബൈ CPU. ഇപ്പോൾ ആവശ്യമായ CPU-വിന് ഇപ്പോൾ ഈ സമയത്ത് ആവശ്യമായ ഡാറ്റ അല്ലെങ്കിൽ പ്രോഗ്രാം സ്റ്റോർ ചെയ്യേണ്ട സ്ഥലമാണ് എന്ത്? മെയിൻ മെമ്മറി. മെയിൻ മെമ്മറി തന്നെ അപ്പൊ അതിന്റെ ഇംഗ്ലീഷ് എഴുതാം. ദ മെയിൻ മെമ്മറി ഓഫ് എ കമ്പ്യൂട്ടർ ഈസ് യൂസ്ഡ് ടു സ്റ്റോർ ദ പ്രോഗ്രാം ആൻഡ് ഡാറ്റ ദാറ്റ് ആർ കറന്റ്ലി നീഡഡ് ബൈ CPU. ദ മെയിൻ മെമ്മറി ഈസ് ഡിവൈഡഡ് ഇൻടു 2. 2 ടൈപ്പ് മെയിൻ മെമ്മറികൾ. ഒന്ന് റാം ആൻഡ് റോം. റാം എന്ന് പറഞ്ഞാൽ റാൻഡം ആക്സസ് മെമ്മറി. റാൻഡം ആക്സസ് മെമ്മറി. റാം എഴുതുക. ഇറ്റ് ഈസ് ദ മെയിൻ മെമ്മറി ഇൻസൈഡ് ദ കമ്പ്യൂട്ടർ ടു സ്റ്റോർ പ്രോഗ്രാം ആൻഡ് ഡാറ്റ ആൻഡ് റിസൾട്ടും പ്രോഗ്രാമും ഡാറ്റയൊക്കെ സ്റ്റോർ ചെയ്യാം, ടെമ്പററി ആയിട്ട് സ്റ്റോർ ചെയ്യുന്ന സ്ഥലമാണ് എന്ത്? റാം എന്ന് പറയുന്നത്. അപ്പൊ റാമിന്റെ പ്രത്യേകത ഇറ്റ് ഈസ് എ വോളറ്റൈൽ മെമ്മറി. റാം എന്ന് പറയുന്നത് റാം മാത്രമാണ് എന്ത്? വോളറ്റൈൽ മെമ്മറി ഉള്ളത്. വോളറ്റൈൽ മെമ്മറി എന്ന് പറഞ്ഞാൽ എന്താ? കറണ്ട് പോയാൽ ഡാറ്റയും പോകും. റാമിനകത്ത് എപ്പോഴും പെർമനന്റ് ആയിട്ട് സ്റ്റോർ ചെയ്യാൻ പറ്റില്ല. റാമിനകത്ത് കറണ്ട് ഉണ്ടെങ്കിൽ മാത്രമേ സ്റ്റോർ ചെയ്യാൻ പറ്റുള്ളൂ. കമ്പ്യൂട്ടർ ഓൺ ആണെങ്കിൽ മാത്രമേ റാം വർക്ക് ചെയ്യുള്ളൂ. ഹാർഡ് ഡിസ്ക് അങ്ങനെയല്ല. ഹാർഡ് ഡിസ്ക് കറണ്ട് ഇല്ലെങ്കിലും അതിനകത്ത് സ്റ്റോർ ചെയ്ത കാര്യങ്ങളൊക്കെ അവിടെ തന്നെ ഉണ്ടാവും. റാമിന്റെ പ്രത്യേകത ഇറ്റ് ഈസ് എ വോളറ്റൈൽ മെമ്മറി. ഓൺലി വൺ മെമ്മറി that we are using is RAM. RAM ആണ് only one volatile memory. Volatile memory ഏതാണെന്ന് ചോദിച്ചാൽ RAM ആണ് നമ്മൾ എഴുതേണ്ട ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഉത്തരം. ഓക്കെ, RAM എന്ന് പറഞ്ഞാൽ volatile memory ആണ്. ഇപ്പൊ എന്താ volatile memory എന്ന് പറഞ്ഞാൽ it is a volatile memory. That is volatile memory എന്ന് പറഞ്ഞാൽ it can store data only if the power supply is on. പവർ സപ്ലൈ ഓൺ ആണെങ്കിൽ മാത്രമേ, അല്ലെങ്കിൽ പവർ ഉണ്ടെങ്കിൽ മാത്രമേ ഡാറ്റയെ സ്റ്റോർ ചെയ്യാൻ പറ്റൂ. ഇറ്റ് ക്യാൻ സ്റ്റോർ ഡാറ്റ ഓൺലി ഈഫ്. ഡാറ്റയെ സ്റ്റോർ ചെയ്യാൻ പറ്റും എപ്പോഴും? എപ്പോഴും മാത്രം? ഓൺലി ഈഫ് ദ പവർ സപ്ലൈ ഈസ് ഓൺ. പവർ സപ്ലൈ ഓൺ ആണെങ്കിൽ മാത്രമേ ഡാറ്റയെ സ്റ്റോർ ചെയ്യാൻ പറ്റൂ. ആർക്ക്? റാമിന്. അതാണ് വോളറ്റൈൽ മെമ്മറി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം. ഇപ്പൊ നോൺ വോളറ്റൈൽ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? നോൺ വോളറ്റൈൽ എന്ന് പറഞ്ഞാൽ ഡാറ്റ സ്റ്റോർ ചെയ്യാൻ പറ്റും എപ്പോഴും? പവർ സപ്ലൈ ഓഫ് ആണെങ്കിലും ഡാറ്റയെ സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന മെമ്മറിയാണ് നോൺ വോളറ്റൈൽ മെമ്മറി. അപ്പൊ റാം എന്ന് പറഞ്ഞാൽ ഡാറ്റയെ സ്റ്റോർ ചെയ്യാൻ പറ്റും എപ്പോഴും? പവർ സപ്ലൈ ഓൺ ആണെങ്കിൽ മാത്രമേ ഡാറ്റയെ സ്റ്റോർ ചെയ്യാൻ പറ്റൂ. പവർ സപ്ലൈ ഓഫ് ആയി കഴിഞ്ഞാൽ അതിൽ സ്റ്റോർ ചെയ്ത ഡാറ്റ ഒക്കെ ലോസ് ആയി പോകും. ദ ഡാറ്റ വിൽ ലോസ് വെൻ ദ പവർ സപ്ലൈ ഈസ് ഓഫ്. അതാണ് റാം. അതാണ് വോളറ്റൈൽ മെമ്മറി എന്ന് പറയുന്നത്. അപ്പൊ വോളറ്റൈൽ മെമ്മറി എന്ന് പറഞ്ഞാൽ the data can only be stored only when the power supply is on. Data can store only when the power supply is on. അതാണ് volatile memory. ഇപ്പൊ നോൺ volatile എന്ന് പറഞ്ഞാൽ എന്താ? The data can store even if the power supply is off. Power supply off ആണെങ്കിലും ഡാറ്റയെ സ്റ്റോർ ചെയ്യാൻ പറ്റും. ആർക്ക്? നോൺ volatile memory. റാമിന്റെ പ്രത്യേകതയാണ് volatile memory. In this memory, data can be accessed in a random manner. അതുകൊണ്ടാണ് റാൻഡം ആക്സസ് മെമ്മറി എന്ന് പറയുന്നത്. ഇതൊരു റാൻഡം ആക്സസ് മെമ്മറിയാണ്. ഹാർഡ് ഡിസ്ക് പോലെ തന്നെ റാൻഡംലി ആക്സസ് ചെയ്യാൻ പറ്റുന്ന മെമ്മറിയാണ് റാം. അതുകൊണ്ടാണ് ഇതിനെ റാൻഡം ആക്സസ് മെമ്മറി എന്ന് പറയുന്നത്. ഇനി റാം മെയിൻ ആയിട്ട് 2 ടൈപ്പാണ്. നമ്മൾ നേരത്തെ പറഞ്ഞാണ് റാമിന്റെ മെയിൻ ആയിട്ട് 2 ടൈപ്സ് ആണ്. ഒന്ന് സ്റ്റാറ്റിക് റാം, ഡൈനാമിക് റാം. എസ് റാമും ആൻഡ് ഡി റാം. അപ്പൊ ഡിഫറൻസ് നോക്കാം. സ്റ്റാറ്റിക് റാം, ഡൈനാമിക് റാം. അപ്പൊ ഇത് ഇങ്ങനെ 2 കോളമായിട്ട് തന്നെ വരച്ച് എഴുതുക. സ്റ്റാറ്റിക് റാം എന്താ, ഡൈനാമിക് റാം എന്താണെന്നുള്ള 2 കോളമായിട്ട് വരച്ച് എഴുതാം. സ്റ്റാറ്റിക് റാം
സ്റ്റാറ്റിക് റാം എന്ന് പറയുന്നത് എന്താ ഫ്ലിപ്പ് ഫ്ലോപ്പ് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ ഇതിന് ലാർജ് സൈസ് കൂടുതലാണ്. പിന്നെ ഡാറ്റ ഇൻ ദ ഫോം വോൾട്ടേജിന്റെ ഫോമിലാണ് ഡാറ്റ സ്റ്റോർ ചെയ്യുന്നത്. പിന്നെ എക്സ്പെൻസീവ് ആണ്. സ്റ്റോറേജ് കപ്പാസിറ്റി കൂടുതലാണ്. ലോ സ്റ്റോറേജ് കപ്പാസിറ്റി. സ്റ്റോറേജ് കപ്പാസിറ്റി കൂടുതൽ ഡൈനാമിക് റാമിനാണ്. ഇത് ലോ സ്റ്റോറേജ് കപ്പാസിറ്റി, അതിനാണ് നമ്മൾ പറയുന്ന പാക്കിംഗ് ഡെൻസിറ്റി ലോ എന്ന് പറയാം. പാക്കിംഗ് ഡെൻസിറ്റി അല്ലെങ്കിൽ ലോ സ്റ്റോറേജ് കപ്പാസിറ്റി എന്താണ്. പിന്നെ കൺസ്യൂം മോർ പവർ, കൂടുതൽ പവർ ഉപയോഗിക്കും. ഫാസ്റ്റ് ആണ്. പിന്നെന്താ, ഇറ്റ് ഡു നോട്ട് നീഡ് എന്ത് റിഫ്രഷിംഗ് സർക്യൂട്ടറി. ഇറ്റ് ഡോണ്ട് വാണ്ട് റിഫ്രഷിംഗ് സർക്യൂട്ടറി വേണ്ട ഇതിന് സ്റ്റാറ്റിക് റാം. ഡൈനാമിക് റാമിന്റെ പ്രത്യേകത നോക്കാം. ഡൈനാമിക് റാം കപ്പാസിറ്റർ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ചെറിയ സൈസ് ആണ്, സ്മോൾ ഇൻ സൈസ്. ഡാറ്റ സ്റ്റോർ ഇൻ ദ ഫോം ഓഫ് ചാർജ്. കപ്പാസിറ്റർ ആയതുകൊണ്ട് ചാർജ് ആണ് സ്റ്റോർ ചെയ്യുന്നത്. ഡാറ്റ സ്റ്റോർ ഇൻ ദ ഫോം ഓഫ് ചാർജ്. പിന്നെന്താ, ലെസ് എക്സ്പെൻസീവ് ആണ്, പൈസ കുറവാണ്. എന്തിനേക്കാൾ സ്റ്റാറ്റിക് റാമിനെ അപേക്ഷിച്ച് ലെസ് എക്സ്പെൻസീവ് ആണ്. പിന്നെ സ്റ്റോറേജ് കപ്പാസിറ്റി കൂടുതൽ, കുറെ ഡാറ്റ സ്റ്റോർ ചെയ്യാൻ പറ്റും ഡൈനാമിക് റാമിന്. സ്റ്റോറേജ് കപ്പാസിറ്റി ഈസ് മോർ. പിന്നെ ലെസ് പവർ, ഇറ്റ് കൺസ്യൂംസ് ലെസ് പവർ, കുറച്ച് പവർ ഉപയോഗിക്കുന്നുള്ളൂ. പിന്നെ ഇതിന്റെ സ്പീഡ് എന്താ, സ്ലോ ആണ്. എന്തിനെ അപേക്ഷിച്ച്, സ്റ്റാറ്റിക് റാമിനെ അപേക്ഷിച്ച് സ്ലോ ആണ്. ഓക്കെ. പിന്നുള്ളത് പിന്നെ ഇറ്റ് നീഡ് റിഫ്രഷിംഗ് സർക്യൂട്ട്. എന്തിനാ റിഫ്രഷിംഗ് സർക്യൂട്ടിന്റെ ആവശ്യം? ഡാറ്റ കപ്പാസിറ്റർ ആയതുകൊണ്ട് എന്ത് ചെയ്യും, കപ്പാസിറ്റർ ഓട്ടോമാറ്റിക്കലി വെറുതെ ഇരിക്കുകയാണെങ്കിൽ ഡിസ്ചാർജ് ആയി പോകും. അതുകൊണ്ട് ഡിസ്ചാർജ് ആകുന്നതിന് മുമ്പ് ഒന്നും കൂടി റീചാർജ് ചെയ്യണം. അപ്പൊ അതിനെന്താ പറയാ, റീചാർജിങ് എന്ന് പറയാം. അല്ലെങ്കിൽ റിഫ്രഷിംഗ് സർക്യൂട്ടർ ഉപയോഗിച്ചിട്ട് ഒന്നും കൂടി റിഫ്രഷ് ചെയ്യേണ്ടി വരും. അപ്പോൾ റിഫ്രഷ് ചെയ്താൽ മാത്രമേ ദ ഡൈനാമിക് റാം നീഡ് എ റിഫ്രഷിംഗ് സർക്യൂട്ട്. ഓക്കെ. സ്റ്റാറ്റിക് റാം ഡസ് നോട്ട് നീഡ് എ റിഫ്രഷിംഗ് സർക്യൂട്ട്. അപ്പൊ ഇത് ഈ 8 പോയിന്റ് അല്ലെ, ഈ 8 പോയിന്റുകൾ കൃത്യമായിട്ട് വരച്ചെഴുതി പഠിച്ചു കേട്ടോ. ഇനി സ്റ്റാറ്റിക് റാം തന്നെ രണ്ടാണല്ലോ. അപ്പൊ റാം നമ്മൾ രണ്ടെണ്ണം പറഞ്ഞു, സ്റ്റാറ്റിക് റാമും ഡൈനാമിക് റാമും പറഞ്ഞു. സ്റ്റാറ്റിക് റാം രണ്ടെണ്ണം, ഒന്ന് സിങ്ക്രണസും ഒന്ന് അസിങ്ക്രണസും. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സ്റ്റാറ്റിക് റാംസ് ആർ സിങ്ക്രണസ് എന്ന് പറഞ്ഞാൽ എന്താ, ഇറ്റ് യൂസസ് സെയിം ക്ലോക്ക് വിത്ത് ദ സിപിയുവിന്റെ പോലെ തന്നെ സിപിയുവിന്റെ സെയിം ക്ലോക്ക് ആണ് ഇത് ഉപയോഗിക്കുന്നത് ഫോർ ഇറ്റ്സ് വർക്ക്, അതിന്റെ വർക്കിങ്ങിനെ വെച്ച്. ഓക്കെ. അസിങ്ക്രണസ് സ്റ്റാറ്റിക് റാം ആണെങ്കിൽ ഇറ്റ് യൂസസ് ഡിഫറെന്റ് ക്ലോക്ക് ഫോർ ഇറ്റ്സ് വർക്കിംഗ്. വേറെ ക്ലോക്ക് ആണ് ഉപയോഗിക്കുന്നെങ്കിൽ അതിനെ അസിങ്ക്രണസ് സ്റ്റാറ്റിക് റാം ആണ്. ഇപ്പൊ സ്റ്റാറ്റിക് റാം രണ്ട് ടൈപ്പ്. ഇപ്പൊ സ്റ്റാറ്റിക് റാം അതേ ഉള്ളൂ, 2 ടൈപ്പേ ഉള്ളൂ, വേറെ ഇതിനെ പിന്നെ ഡിവിഷൻ ഇല്ല. ഓക്കെ. ഡൈനാമിക് റാം ആണ് 3 ആയിട്ട് തിരിച്ചിരിക്കുന്നത്. ഡൈനാമിക് റാം 3 ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഒന്ന് SD റാം, സിങ്ക്രണസ് ഡൈനാമിക് റാം, SD റാം. ഇതാണ് ഏറ്റവും കൂടുതൽ നമ്മൾ ഉപയോഗിക്കുന്നത്. സ്റ്റാറ്റിക് റാം ഈസ് ഡിവൈഡഡ് ഇൻടു ഫസ്റ്റ് വൺ SD റാം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഹാസ് ഇംപ്രൂവ്ഡ് പെർഫോമൻസ്, കുറച്ചുകൂടി പെർഫോമൻസ് കൂടിയതാണ്. സിമ്പിൾ ഡിസൈൻ ആണ്. സിങ്ക്രണൈസ്ഡ് ആണ് അല്ലെ. സിങ്ക്രണസ് ഡൈനാമിക് റാം എന്നല്ലേ പറഞ്ഞത്. അതുകൊണ്ട് എന്താണ്, സിങ്ക്രണൈസ്ഡ് ആണ്. സിങ്ക്രണൈസ്ഡ് എന്ന് പറഞ്ഞാൽ എന്താ, സെയിം ക്ലോക്ക് ആണ് ഉപയോഗിക്കുക. സിങ്ക്രണൈസ്ഡ് വിത്ത് ക്ലോക്ക് സിഗ്നൽ, ക്ലോക്കുമായിട്ട് സിങ്ക്രണൈസ്ഡ് ആണ്. പിന്നെ ഇറ്റ് ഈസ് ദ മോസ്റ്റ് വൈഡ്ലി യൂസ്ഡ് ഡി റാം. ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഡി റാം ആണ് എന്ത്, SD റാം. ഇതാണ് കണ്ടവാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഇപ്പൊ അടുത്ത് മാത്രമേ DDR-ലേക്ക് മാറിയുള്ളൂ. ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിച്ചിരുന്ന റാം ആണ് എന്ത്, SD റാം. കുറെ കാലമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് SD റാം. ഓക്കെ. അപ്പൊ ഇതാണ് SD റാമിന്റെ പ്രത്യേകത. ഇനി SD റാം കഴിഞ്ഞ രണ്ടാമത്തെ ടൈപ്പാണ്, ഡൈനാമിക് റാമിൽ രണ്ടാമത്തെ ടൈപ്പാണ് DDR-SD റാം. SD റാം തന്നെയാണ്, പക്ഷേ പുതിയൊരു ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് DDR-SD റാം, ഡബിൾ ഡാറ്റ റേറ്റ് SD റാം. അപ്പൊ SD റാമിന്റെ സ്പീഡ് ഡബിൾ ആക്കുന്നതാണ് ആര്, DDR. അപ്പൊ ദ സ്പീഡ് ഓഫ് SD റാം ഈസ് ഡബിൾഡ് ബൈ യൂസിങ് DDR-SD റാം. DDR-SD റാം ഉപയോഗിച്ചുകൊണ്ട് SD റാമിന്റെ സ്പീഡ് ഡബിൾ ആക്കി. ഇറ്റ് ഈസ് ദ ഇൻ ദിസ് മെമ്മറി the SD റാം can send data twice per clock cycle. അല്ലേ, ഡാറ്റയെ 2 പ്രാവശ്യം സെൻഡ് ചെയ്യാൻ പറ്റും. ട്വൈസ് പെർ ക്ലോക്ക്, ഒരു ക്ലോക്ക് സൈക്കിളിൽ തന്നെ 2 പ്രാവശ്യം ഡാറ്റയെ സെൻഡ് ചെയ്യാം. അത് 2 ഓപ്പറേഷൻ നടക്കും. ഒരു ക്ലോക്ക് സൈക്കിളിൽ തന്നെ 2, അതാണ് ട്വൈസ് എന്ന്. ട്വൈസ് എന്ന് പറഞ്ഞാൽ ഒരു 2 ഓപ്പറേഷൻ നടക്കും. ഒരു ക്ലോക്ക് സൈക്കിളിനകത്ത് 2 ഓപ്പറേഷൻ. അതുകൊണ്ടാണ് എന്ത് പറയുന്നത്, ഡബിൾ ഡാറ്റ റേറ്റ് എന്ന് പറയുന്നത്. 1 ഓപ്പറേഷൻ ഈസ് പെർഫോംഡ് അറ്റ് ദ റൈസിംഗ് എഡ്ജ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഒരു സ്ക്വയർ വേവ് ആകുമ്പോൾ ഒന്ന് മുകളിലോട്ട് പോകുന്ന ഒരു എഡ്ജ് ഉണ്ടാവും, താഴേക്ക് വരുന്ന ഒരു എഡ്ജ് അല്ലെ. അപ്പൊ അതിനെന്താ പറയാ, റൈസിംഗ് എഡ്ജ് എന്ന് പറയാം. മുകളിലേക്ക് പോകുന്ന എഡ്ജിന് റൈസിംഗ് എഡ്ജ്, കുറച്ച് കഴിഞ്ഞാൽ താഴേക്കും വരും, ആ സിഗ്നൽ താഴേക്ക് വരും, അതിനെന്താ പറയാ, ഫോളിംഗ് എഡ്ജ്. അപ്പോൾ റൈസിംഗ് എഡ്ജിലും ഫോളിംഗ് എഡ്ജിലും ഓരോരോ ഓപ്പറേഷൻ നടക്കും ഇവിടെ DDR ടെക്നോളജി. അപ്പൊ അതുകൊണ്ടാണ് DDR എന്ന് പറയുന്നത് ഡബിൾ ഡാറ്റ റേറ്റ് ആണെന്ന് പറയാൻ കാരണം. ഒരു ക്ലോക്ക് പൾസിന്റെ റൈസിംഗ് എഡ്ജിലും ആൻഡ് ഫോളിംഗ് എഡ്ജിലും ഇറ്റ് പെർഫോം 1 ഓപ്പറേഷൻ. 1 operation is performed on the rising edge and the other operation is performed on the falling edge of the clock pulse.
ഓഫ് ദ ക്ലോക്ക് സിഗ്നൽ എന്നോ ക്ലോക്ക് പൾസ് എന്നോ എന്തുകൊണ്ട് എഴുതാം. ഒരു ക്ലോക്ക് സൈക്കിളിന്റെ അല്ലെ ഒരു ക്ലോക്ക് സിഗ്നലിന്റെ റൈസിംഗ് എഡ്ജിലും ഒരു ഓപ്പറേഷൻ, ഫോളിംഗ് എഡ്ജിലും ഒരു ഓപ്പറേഷൻ. ഇപ്പൊ ഏറ്റവും കൂടുതൽ ഇപ്പൊ ഉപയോഗിക്കുന്ന റാമാണ് എന്ത്? DDR. ഇറ്റ് ഈസ് നൗ വൈഡ്ലി യൂസ്ഡ് ഇൻ ഓൾ കമ്പ്യൂട്ടേഴ്സ്. ഇപ്പോഴത്തെ കമ്പ്യൂട്ടറിൽ നമ്മൾ ഉപയോഗിക്കുന്ന DDR റാമാണ്. DDR1 ആണ് DDR എന്ന് പറഞ്ഞാൽ കാരണം. DDR എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം DDR1 എന്നാണ് കേട്ടോ. ഇനി കുറെ ടൈപ്പ് DDR ഉണ്ട്. ഏതാ? DDR1, DDR2, DDR3, DDR4. വെറുതെ DDR എന്ന് പറഞ്ഞാൽ DDR1 ആണ്. DDR2 എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഡബിൾ സ്പീഡിൽ വർക്ക് ചെയ്താണ് DDR2. DDR2ന്റെ ഡബിൾ സ്പീഡിൽ വർക്ക് ചെയ്താണ് DDR3. ഇപ്പൊ DDR4 ടെക്നോളജി ഒക്കെ വന്നിട്ടുണ്ട്. ഓക്കെ. ഇനി മൂന്നാമത്തെ ടൈപ്പാണ് റാംബസ് ഡൈനാമിക് റാം, RD റാം. ഇറ്റ് ഈസ് ഡെവലപ്ഡ്, റാംബസ് എന്ന് പറഞ്ഞ കമ്പനിയാണ്. ഇറ്റ് ഈസ് ഡെവലപ്ഡ് ബൈ റാംബസ്. ഇനി RD റാം എന്താ? RD റാമിന്റെ പ്രത്യേകത എന്താണ്? SD റാം കഴിഞ്ഞ ഉടനെ വന്നതാണ്, DDRന്റെ മുമ്പേ വന്നതാണ്. DDR1 ഒക്കെ ഉള്ള സമയത്ത് RD റാം ഉണ്ടായിരുന്നു. പക്ഷെ DDR2ഉം 3 ഒക്കെ വന്ന സമയത്തേക്ക് പിന്നെ RD റാം ഒഴിവാക്കപ്പെട്ടു. അതിന് തന്നെ വേറെ തന്നെ പ്രത്യേക ഒരു മെമ്മറി സ്ലോട്ടൊക്കെ വേണം. RD റാം വെർട്ടിക്കൽ പാക്കേജ് ആണ്, കുത്തനുള്ള പാക്കേജ് ആണ്, വിത്ത് പിൻസ് ഓൺ വൺ സൈഡ്. പിൻസ് ഒരു സൈഡിലെ പിൻ ഉണ്ടായിരുന്നുള്ളൂ. ഓക്കെ. ഇനി ദ ചിപ്പ് ക്യാൻ എക്സ്ചേഞ്ച് ഡാറ്റ വിത്ത് പ്രോസസർ ഓവർ 28 വയർസ്. 28ഓളം വയർ ഉപയോഗിച്ചിട്ടാണ് ഡാറ്റയെ പ്രോസസറുമായിട്ട് ഇത് ഡാറ്റ കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്, ഡാറ്റയെ അയച്ചുകൊണ്ടിരുന്നത്. ഓക്കെ. അതിന്റെ നീളം, DDR റാമിന്റെ നീളം 12 സെന്റിമീറ്റർ ആണ്. അതിന്റെ നീളം 12 സെന്റിമീറ്ററിലാണ്. ഇതാണ് റാമിന്റെ ചിത്രം. ഇതൊക്കെ റാമാണ്. ഇതാണ് DDR റാമിന്റെ ചിത്രം. ഇത് DDR ആണ്. ഇത് സാധാരണ റാം. ഇവിടെ കണ്ടിട്ട് ഇത് റാം നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടാവും. ഇത് രണ്ട് റാം, ഇതൊരു റാം, ഇതൊരു റാം. റാം എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇത് സാധാരണ SD റാം ആയത്. ഇതൊക്കെ SD റാം ആണ്. ഇത് DDR. നമ്മൾ കാണിച്ച DDR, DDR2, DDR3. അപ്പൊ DDR1ന്റെ പ്രത്യേകത തന്നെ, DDR1 എന്ന് പറയുന്നത് 184 പിൻസ് ഉണ്ടായിരുന്നുള്ളൂ. DDR2ന് 240 പിൻസ് ഉണ്ട്. DDR3ക്കും 240 പിൻസ്. 240 പിൻസ്. ഇവിടെ ഒരു കട്ടിംഗ് ഒക്കെ ഉണ്ടാവും ഫിറ്റ് ചെയ്യുമ്പോൾ. നമുക്ക് കാണാം. നമുക്ക് ലാബിൽ വേണമെങ്കിൽ നമുക്ക് ചെയ്ത് നോക്കാം. നമ്മൾ ക്ലാസ് തുറന്നു കഴിഞ്ഞാൽ നമുക്ക് I will show you the RAMs and the different types of RAMs. Okay. ഇത്രയാണ് കാര്യങ്ങൾ. ഇനിയുള്ളത് റോം. റാം കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് വൺ ഈസ് റോം. അപ്പൊ റോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റീഡ് ഓൺലി മെമ്മറി. ഇപ്പൊ റാം നമ്മൾ ഏതൊക്കെ പഠിച്ച? റാമിന്റെ റാം രണ്ട് ടൈപ്പാണ് ഉള്ളത്. ഇത് സ്റ്റാറ്റിക് റാം, ഡൈനാമിക് റാം. സ്റ്റാറ്റിക് റാം രണ്ട് ടൈപ്പാണ്, സിങ്കർണസ് സ്റ്റാറ്റിക് റാമും അസിങ്കർണസ് സ്റ്റാറ്റിക് റാമും. ഡൈനാമിക് റാം 3 ടൈപ്പാണ്. ഒന്ന് സിങ്കർണസ് ഡൈനാമിക് റാം, പിന്നെ റാംബസ് ഡൈനാമിക് റാം, പിന്നെ DDR SD റാം. DDR SD റാം തന്നെ 3 ഉണ്ട്. DDR1, DDR2, DDR3, DDR4, 4 DDR4. ഓക്കെ. അത് ഇങ്ങനെ അതിന്റെ ഡയഗ്രാമായിട്ട് വരയ്ക്കണം കേട്ടോ. ഇനി റോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? റീഡ് ഓൺലി മെമ്മറിയാണ്. റീഡ് ഓൺലി മെമ്മറി. അപ്പൊ അതിന്റെ അർത്ഥം തന്നെ എന്താ? റീഡ് ഓൺലി മെമ്മറി എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് മീൻസ് in read only memory we can read data only. We can read only the data. We can't perform any write operation. നമുക്ക് write operation perform ചെയ്യാൻ പറ്റില്ല. Okay. But it is a read only memory എന്ന് പറഞ്ഞാൽ അർത്ഥം ഇത് പെർമനന്റ് സ്റ്റോറേജ് ഡിവൈസ് ആണ്. നമുക്ക് റീഡ് ചെയ്യാൻ വേണ്ടി മാത്രമേ പറ്റൂ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? അതിന്റെ അർത്ഥം അത് പെർമനന്റ് ആയിട്ട് ഒരു സാധനം സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുകയാണ്. We cannot write anything inside it. നമുക്കൊന്നും അങ്ങോട്ട് റൈറ്റ് ചെയ്യാൻ പറ്റില്ല. It is a read only. അപ്പൊ നമുക്ക് എന്താ? അതിൽ ഓൾറെഡി ഉള്ള പെർമനന്റ് ആയിട്ട് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന സംഭവം മാത്രം നമുക്ക് റീഡ് ചെയ്യാം. അപ്പോൾ റോം ഈസ് എ പെർമനന്റ് സ്റ്റോറേജ് ഡിവൈസ് ആണ്. പെർമനന്റ് ആയിട്ട് സ്റ്റോർ ചെയ്യുന്ന ഡിവൈസ് ആണ് റോം. അത് ഉണ്ടാക്കുന്ന ആൾ എന്താണോ എഴുതിയിരിക്കുന്നത് അത് നമ്മൾ വായിക്കുക, അത്രേ ഉള്ളൂ. റേഡിയോ എന്താ? റേഡിയോ നമുക്ക് റീഡ് ഓൺലി അല്ലേ, ഹിയർ ഓൺലി അല്ലേ? നമുക്ക് ഇങ്ങോട്ട് പറയുന്നതല്ലേ കേൾക്കുള്ളൂ, അങ്ങോട്ട് എന്താ പറയാൻ പറ്റുമോ? ഇല്ല. ടെലിവിഷനും അങ്ങനെ തന്നെയാണ്. നമുക്ക് അവര് പറയുന്നത് നമ്മൾ കേൾക്കുക എന്ന് മാത്രമേ ഉള്ളൂ. അതിൽ പ്രോഗ്രാം ചെയ്ത് എന്താണോ അവരെന്താണോ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് അത് മാത്രം നമ്മൾ റിസീവ് ചെയ്യും. റീഡ് ഓൺലി. ഓക്കെ. അതാണ് റീഡ് ഓൺലി മെമ്മറി എന്ന് പറയുന്നത്. അപ്പൊ റോം എന്ന് പറഞ്ഞാൽ എന്താ? റീഡ് ഓൺലി മെമ്മറിയാണ്. പിന്നെ എന്താ റോമിന്റെ അങ്ങോട്ടൊന്നും നമുക്ക് റൈറ്റ് ചെയ്യാൻ പറ്റില്ല. റീഡ് ഓൺലി ആണ്, നമുക്ക് റൈറ്റ് ചെയ്യാനൊന്നും പറ്റില്ല. റോമിന്റെ വേറെ പ്രത്യേകിച്ച് നോൺ വോളറ്റൈൽ മെമ്മറിയാണ്. റോം ഒരു നോൺ വോളറ്റൈൽ മെമ്മറിയാണ്. റോമിന്റെ പ്രത്യേകത എന്താ? കറണ്ട് ഇല്ലെങ്കിൽ അതിൽ ഡാറ്റ അവിടെ തന്നെ ഉണ്ടാവും. ഡാറ്റ നഷ്ടപ്പെടില്ല. The data will not lose even if the power supply is off. Power supply off ആയാലും the data will not lose. ഡാറ്റ നഷ്ടപ്പെടില്ല, ലോസ് ചെയ്യില്ല. റാമിൽ അങ്ങനെയല്ല. റാം തിരിച്ചാ, കറണ്ട് ഇല്ലെങ്കിൽ ഡാറ്റ വിൽ ലോസ്. ഇനിയുള്ളത് റോം ഒരു 3 ടൈപ്പ് റോം ഉണ്ട്. 3 types of ROMs. ഒന്ന് പ്രോഗ്രാമബിൾ റോം. പ്രോഗ്രാമബിൾ റോം ഉണ്ട്. പിന്നെ EEPROM എന്ന് പറഞ്ഞാൽ ഇറേസബിൾ പ്രോഗ്രാമബിൾ റോം ഉണ്ട്.
പിന്നെ EEPROM, ഇലക്ട്രിക്കലി ഇറേസബിൾ പ്രോഗ്രാമബിൾ റോം. പ്രോം, EEPROM, EEPROM, ഈ 3 ടൈപ്പ് റോം ആണുള്ളത്. റോം. അപ്പം റോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? റോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരോ ഒരാള് പ്രോഗ്രാം ചെയ്തിട്ട് നമുക്ക് തരും, നമ്മളത് വായിക്കുക മാത്രമേ ഉള്ളൂ, നമുക്ക് അങ്ങോട്ടൊന്നും റൈറ്റ് ചെയ്യാൻ പറ്റില്ല. പ്രോം എന്ന് പറഞ്ഞാൽ എന്താ പറയാ? പ്രോം എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രോഗ്രാം ചെയ്യാം, നമുക്ക് എഴുതാം. പിന്നെ പ്രോം, ദ കണ്ടന്റ്സ് ആർ പ്രോഗ്രാംഡ് ബൈ ദ യൂസർ. യൂസർക്ക്, അതായത് നമുക്ക് ആ മെമ്മറിയിൽ എന്തെങ്കിലുമൊക്കെ എഴുതാം. ഒരു പ്രാവശ്യം നമ്മൾ എഴുതി കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റില്ല, ഡാറ്റ ഒന്നും മാറ്റാൻ പറ്റില്ല. അതാണ് പ്രോഗ്രാമബിൾ ചെയ്യാൻ പറ്റുന്ന റോം. പ്രോഗ്രാം ചെയ്യാന്ന് പറഞ്ഞാൽ എഴുതാൻ പറ്റുന്ന, പ്രോഗ്രാം ചെയ്യാൻ പറ്റുന്ന റോം ആണ് പ്രോം, PROM, പ്രോഗ്രാമബിൾ റോം. അപ്പൊ അതിനൊരു എക്സാമ്പിൾ ആണ് പിന്നെ ഒരു 745278, അതൊരു ഐസിന്റെ പേരാ, അത് പ്രോമിന്റെ ഒരു ഐസിയാണ്. അപ്പൊ നിങ്ങൾ ഈ ഒരു ഐസി തരുമെന്ന് പറഞ്ഞാൽ 745278 എന്ന് പറഞ്ഞൊരു ഐസി തരുമെന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുള്ളൂ? അതെന്താ ഒരു പ്രോം എന്ന് പറഞ്ഞ ഐസിയാണ്. ഓക്കെ. ഇനിയുള്ളത് പ്രോഗ്രാമബിൾ റോം. അതാണ് പ്രോഗ്രാമബിൾ റോം എന്ന് പറഞ്ഞാൽ നമുക്കൊന്നും റൈറ്റ് ചെയ്യാൻ പറ്റില്ല, അതിലെന്താണുള്ളത് അത് നമുക്ക് വായിക്കാമെന്ന് മാത്രം, റീഡ് ഓൺലി മെമ്മറി. പ്രോം എന്ന് പറഞ്ഞാൽ എന്താ? അത് ബ്ലാങ്ക് ആയിരിക്കും, നമുക്ക് ഒരു പ്രാവശ്യം റൈറ്റ് ചെയ്യാം. നമുക്ക് പ്രോഗ്രാം ചെയ്യാൻ പറ്റുന്ന റോമാണ് പ്രോം. ഓക്കെ. ഇനി അടുത്തതാണ് EEPROM. EEPROM എന്ന് പറഞ്ഞാൽ ഇറേസബിൾ പ്രോഗ്രാമബിൾ റോം. അതായത് നമുക്ക് മായ്ച്ചിട്ട് പിന്നെ റൈറ്റ് ചെയ്യാം. നമുക്ക് ഒരു IC റോമാണ്, അപ്പൊ ആ റോം നമുക്ക് അതിലുള്ള കാര്യങ്ങളൊക്കെ മായ്ക്കാൻ പറ്റും, ഇറേസ് ചെയ്യാൻ പറ്റും, പിന്നെയും നമുക്ക് എഴുതാൻ പറ്റും, പിന്നെയും പ്രോഗ്രാം ചെയ്യാൻ പറ്റും. അപ്പൊ മായച്ചിട്ട് പിന്നെയും പ്രോഗ്രാം ചെയ്യാൻ പറ്റുന്ന റോമാണ് EEPROM, ഇറേസബിൾ പ്രോഗ്രാമബിൾ റോം. അപ്പൊ ഇതിന്റെ ഒരു പ്രത്യേകത നമുക്ക് ശ്രദ്ധിക്കാം. ഇറേസബിൾ പ്രോഗ്രാമബിൾ റോം എന്ന് പറഞ്ഞാൽ ഇത് ഉപയോഗിച്ചിരിക്കുന്ന MOS എന്ന് പറയുന്ന ടെക്നോളജിയാണ്. ഈ പിന്നെ IC ഉണ്ടാക്കിയിരിക്കുന്നത് ഒരു IC ആണിത്. IC ഉണ്ടാക്കിയിരിക്കുന്നത് MOS, മെറ്റൽ ഓക്സൈഡ് സെമി കണ്ടക്ടർ, MOS ടെക്നോളജിയാണ് ഉപയോഗിക്കുന്നത്. പിന്നെ ഇതില് നമുക്ക് പിന്നെ ഇറേസ് ചെയ്യുന്നതൊക്കെ എങ്ങനെയാന്ന് വെച്ചാല് അൾട്രാ വയലറ്റ് ലൈറ്റ്, ഹൈ ഇന്റൻസിറ്റിയുള്ള അൾട്രാ വയലറ്റ് ലൈറ്റ് അതിലേക്ക് ആ IC-യിലേക്ക് അടിക്കും. ഹൈ ഇന്റൻസിറ്റിയുള്ള അൾട്രാ വയലറ്റ് ലൈറ്റ് ആ IC-യിലേക്ക് അടിച്ചിട്ടാണ് ആ IC-യിൽ ഇപ്പോൾ ഉള്ള ഡാറ്റയെ ഇറേസ് ചെയ്യുന്നത്. ഇറേസബിൾ പ്രോഗ്രാമബിൾ റോം അല്ലേ, ഓൾറെഡി എന്തെങ്കിലും ഉണ്ടാവുമല്ലോ. അപ്പൊ ഉണ്ടാവുന്നതിനെ നമുക്ക് എന്ത് ചെയ്യാം? UV ലൈറ്റ്, അൾട്രാ വയലറ്റ് ലൈറ്റ് വെച്ചിട്ട് അടിക്കും. അവിടെ കറക്റ്റ് പോയിന്റിൽ ഫോക്കസ് ചെയ്തിട്ട് അവിടുത്തെ സാധനമൊക്കെ റിമൂവ് ചെയ്യും, ഇറേസ് ചെയ്യും. അപ്പൊ ഇതിന് EEPROM-ന്റെ ഒരു പ്രത്യേകത, ഇതിന് പ്രത്യേക മെഷീനൊക്കെ വേണം, അൾട്രാ വയലറ്റ് അടിക്കാനും കറക്റ്റ് സ്ഥലത്ത് പോകാനും. പിന്നെ അത് പ്രത്യേക റൂമും വേണം, പ്രത്യേക മെഷീനും വേണം, പ്രത്യേക ഇരുട്ട് റൂം, ഡാർക്ക് റൂം വേണം. പുറത്തുള്ള വെളിച്ചമൊക്കെ അതിലേക്ക് തട്ടിയാൽ പറ്റില്ല. അപ്പൊ ഒരു സെപ്പറേറ്റ് റൂം, ഡാർക്ക് റൂം, സെപ്പറേറ്റ് മെഷീൻ ഒക്കെ ആവശ്യമാണ് എന്തിന്? EEPROM-ന്. ഇറേസബിൾ പ്രോമിന് സെപ്പറേറ്റ് റൂമും സെപ്പറേറ്റ് മെഷീനും ഒക്കെ ആവശ്യമാണ്, പിന്നെ പ്രോഗ്രാം ചെയ്യണം. അതാണ് ഇതിന്റെ ഡിഫിക്കൽറ്റി, മെയിൻ ഡിഫിക്കൽറ്റി ആണ്. പ്രത്യേക റൂം വേണം, പ്രത്യേക ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള മെഷീൻ വേണം, ഇതിനു വേണ്ടി അൾട്രാ വയലറ്റ് അടിക്കാനും ഒക്കെ വേണ്ടി പ്രത്യേക മെഷീൻ ആവശ്യമാണ്. അപ്പം അതാണ് EEPROM-ന്റെ പ്രത്യേകത. ഇനി അടുത്ത ടൈപ്പ് ആണ് EEPROM. EEPROM എന്ന് പറഞ്ഞാൽ എന്താ? ഇലക്ട്രിക്കലി ഇറേസബിൾ പ്രോം ആണ്. ഇലക്ട്രിക്കലി ഇറേസബിൾ. അപ്പൊ നമ്മൾ അൾട്രാ വയലറ്റ് കൊണ്ടാണ് നേരത്തെ ഇറേസ് ചെയ്തത്. ഇനി അടുത്തത് ഇലക്ട്രിക്കലി നമുക്ക് ഇറേസ് ചെയ്യാൻ പറ്റും. EEPROM ഇലക്ട്രിക്കലി നമുക്ക് ഇറേസ് ചെയ്തിട്ട് മായ്ച്ചിട്ട് പിന്നെയും പ്രോഗ്രാം ചെയ്യാൻ പറ്റും. അത് കുറച്ചും കൂടി എളുപ്പമാണ്, അതാണ് പുതിയ ടെക്നോളജി. അത് കുറച്ചുകൂടി എളുപ്പമാണ്. അതിനെന്ത് വേണ്ട? ഇറ്റ് ഈസ് വെരി ഈസിയാണ്, ഇറ്റ് ഈസ് ഈസി ടെക്നിക്. അതിനെന്ത് മതി? ഇലക്ട്രിസിറ്റി ഉപയോഗിച്ചിട്ടാണ് മായ്ക്കുന്നത്. ഒരു പിന്നെ 5 വോൾട്ട് ഉപയോഗിച്ചാൽ റീഡ് ചെയ്യാൻ പറ്റും, 12 വോൾട്ട് ഉപയോഗിച്ചാൽ മായ്ക്കാൻ പറ്റും, 21 വോൾട്ട് ഉപയോഗിച്ചാൽ റൈറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ. പിന്നെ പ്രത്യേക ഡാർക്ക് റൂം വേണ്ട, ഡാർക്ക് റൂമിന്റെ ആവശ്യമില്ല. ഇലക്ട്രിസിറ്റി ഉപയോഗിച്ചുകൊണ്ടാണ് റീഡ് ചെയ്യുന്നതും റൈറ്റ് ചെയ്യുന്നതും മായ്ക്കുന്നതും ഇറേസ് ചെയ്യുന്നതും ഒക്കെ എന്ത് ഉപയോഗിച്ചിട്ടുണ്ടാണ്? ഇലക്ട്രിസിറ്റി ഉപയോഗിച്ചിട്ടാണ്. 5 വോൾട്ട് ആണ് റീഡ് ചെയ്യാൻ ആവശ്യമായ 5 വോൾട്ട് ആണ്, റൈറ്റ് ചെയ്യാൻ എത്ര 21 വോൾട്ട് ആണ്, പിന്നെ ഇറേസ് ചെയ്യാൻ വേണ്ടി 12 വോൾട്ട് ആണ് ഉപയോഗിക്കുന്നത്. ഓക്കെ. ഇനി EEPROM-നെ അറൌണ്ട് 10,000 ടൈംസ് അതിനെ മായ്ക്കാം, പിന്നെയും എഴുതാം, മായ്ക്കാം, പിന്നെ എഴുതാം. ഏകദേശം 10,000-10,000 തവണ നമുക്ക് IC-യിലുള്ള ഡാറ്റയെ മായ്ക്കാനും എഴുതാനൊക്കെ പറ്റും. അപ്പൊ പിന്നെ റീപ്രോഗ്രാം ചെയ്യാൻ പറ്റും. അറൌണ്ട് 10,000 ടൈംസ് വി ക്യാൻ റീപ്രോഗ്രാം ദ EEPROM ICs. ഓക്കെ. അപ്പൊ നമുക്ക് അതിന്റെ നോട്ട് നോക്കാം. റീഡ് ഓൺലി മെമ്മറി. ഇപ്പൊ റീഡ് ഓൺലി മെമ്മറി നോക്കുക. റീഡ് ഓൺലി മെമ്മറി ROM is a permanent storage device in which data only be read. ഡാറ്റയെ നമുക്ക്
റീഡ് ചെയ്യാൻ വേണ്ടി മാത്രമേ പറ്റുള്ളൂ. ഡാറ്റ ക്യാൻ, അതാണ് ഇമ്പോർട്ടന്റ് പോയിന്റ്. ഡാറ്റ ക്യാൻ ഓൺലി ബി റീഡ്. ഡാറ്റയെ നമുക്ക് റീഡ് ചെയ്യാൻ വേണ്ടി മാത്രമേ പറ്റുള്ളൂ. വി കനോട്ട് റൈറ്റ് എനിത്തിങ് ടു റോം. റോമിലേക്ക് നമുക്ക് അങ്ങോട്ട് ഒന്നും റൈറ്റ് ചെയ്യാൻ പറ്റില്ല. പിന്നെ റോമിന്റെ വേറെ പ്രത്യേകിച്ച് ഇറ്റ് ഈസ് എ നോൺ വോളറ്റൈൽ മെമ്മറിയാണ്. റോം എന്ന് പറയുന്നത് നോൺ വോളറ്റൈൽ മെമ്മറിയാണ്. നോൺ വോളറ്റൈൽ എന്ന് പറഞ്ഞാൽ എന്താ? നേരെ എഴുതി വെച്ചോ. ദാറ്റ് ഈസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ നോൺ വോളറ്റൈൽ മെമ്മറി. ദാറ്റ് ഈസ് കോമായിട്ട് ദാറ്റ് ഈസ് എഴുതാം. ദാറ്റ് ഈസ് ഇതൊക്കെ നോട്ടിൽ വേണം കേട്ടോ. ഞാൻ പറയുന്ന നോട്ട് പറഞ്ഞുതരാം. ഇറ്റ് ഈസ് എ നോൺ വോളറ്റൈൽ മെമ്മറി. ദാറ്റ് ഈസ് നോൺ വോളറ്റൈൽ മെമ്മറി എന്ന് പറഞ്ഞാൽ എന്താ? The data will not lose. The data will not lose even the power supply is off. Even the power supply is off. The data will not lose even the power supply is off. Power supply off ആയാലും OFF off. OFF off. Power supply off ആയാലും data will not lose. Data LOSS ലോസ് കേട്ടോ, നഷ്ടപ്പെടില്ല. പവർ സപ്ലൈ ഓഫ് ആയാലും നഷ്ടപ്പെടില്ല. അതാണ് ഇത് നോൺ വോളറ്റൈൽ മെമ്മറി. ഈ റോം സ്റ്റോർ എന്തിനാ? റോം എന്താ സ്റ്റോർ ചെയ്യാ? റോം സ്റ്റോർ ചെയ്യുന്നത് എന്താ? സിസ്റ്റം പ്രോഗ്രാമുകളായ കമ്പൈലർ, അസംബ്ലർ, ലോഡർ എക്സെട്ര ഇതൊക്കെയാണ്. അത് നിങ്ങൾ എഴുതി വെച്ചാൽ ഞാൻ പറഞ്ഞുതരാം ഡീറ്റെയിൽ ആയിട്ട്. കമ്പൈലർ അതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാകാനുള്ള സമയമാവുന്നില്ല, ആയിട്ടില്ല, നമുക്ക് പിന്നെ പറയാം. അപ്പൊ സിസ്റ്റം പ്രോഗ്രാമുകൾ സ്റ്റോർ ചെയ്യാനാണ് എന്ത് ഉപയോഗിക്കുക? റോം ഉപയോഗിക്കുക. സിസ്റ്റം പ്രോഗ്രാമുകൾ സ്റ്റോർ ചെയ്യാനാണ് റോം ഉപയോഗിക്കുന്നത്. റോം 3 ടൈപ്പാണ് ഉള്ളത്. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് റോംസ് ആർ പ്രോം, EEPROM, EEPROM. ഇവിടെ 3 എഴുതാനുണ്ട്. ഇവിടെ 3 എഴുതാൻ വിട്ടുപോയിട്ടുണ്ട്. ഇപ്പൊ ഇവിടെ റോം, പിന്നെ പ്രോം, EEPROM, EEPROM 3 എഴുതാം. പ്രോം, EEPROM, EEPROM. പ്രോം എന്ന് പറഞ്ഞാൽ എന്താ? പ്രോഗ്രാമബിൾ റോം. നോക്കുക, പ്രോഗ്രാമബിൾ റോം ആണ്. പിന്നെ പ്രോഗ്രാമബിൾ റോം എന്ന് പറഞ്ഞാൽ എന്താ? കണ്ടന്റ്സ് ആർ പ്രോഗ്രാംഡ് ബൈ ദ യൂസർ. യൂസർ ആണ് എന്ത് ചെയ്യുന്നത്? IC പ്രോമിനകത്ത് കണ്ടന്റുകൾ പ്രോഗ്രാം ചെയ്യുന്നത്, കണ്ടന്റുകൾ റൈറ്റ് ചെയ്യുന്നത്. അപ്പൊ ആവശ്യമായ ഡാറ്റ അത് റൈറ്റ് ചെയ്യുന്ന ആരാണ്? യൂസർ ആണ്. യൂസർ ക്യാൻ സ്റ്റോർ പ്രോഗ്രാം ഡാറ്റ ഓർ എനി അതർ ഇൻഫർമേഷൻ ഇൻ എ പ്രോം ബൈ യൂസിങ് പ്രോം പ്രോഗ്രാംസ്. പ്രോഗ്രാം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് അതിന് ഡാറ്റ സ്റ്റോർ ചെയ്യാം. പിന്നെ എന്തൊക്കെ നമുക്ക് പ്രോഗ്രാം സ്റ്റോർ ചെയ്യാം, എന്ത് വേണമെങ്കിലും നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ആ മെമ്മറിയിൽ സ്റ്റോർ ചെയ്യാൻ പറ്റും. ഒറ്റ പ്രാവശ്യമാണേ പ്രോഗ്രാം ചെയ്യാൻ പറ്റും, ഒറ്റ പ്രാവശ്യം. പിന്നെ നമുക്ക് പറ്റില്ല. അപ്പൊ യൂസർക്ക് തന്നെ റോമിനകത്ത് ഒന്നും സ്റ്റോർ ചെയ്യാൻ പറ്റില്ല. അവർ തന്നെ സ്റ്റോർ ചെയ്ത് തരുന്നതാണ്. റോമിനകത്ത് പ്രോഗ്രാം ചെയ്യാൻ പറ്റുന്ന റോമിനകത്ത് യൂസർ ക്യാൻ പ്രോഗ്രാം എന്നാണ് എഴുതിയത്. യൂസർ ക്യാൻ പ്രോഗ്രാം എന്ത് യൂസിങ് എന്ത് ഉപയോഗിച്ചിട്ടാണ് പ്രോഗ്രാം ചെയ്യാൻ പറ്റുക? പ്രോം പ്രോഗ്രാംസ്. ഒരു പ്രോഗ്രാമാണ്. പ്രോഗ്രാം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് അതിലേക്ക് ഡാറ്റ സ്റ്റോർ ചെയ്യാൻ പറ്റും. പിന്നെ ഒന്നും പറ്റില്ല, ഒരു പ്രാവശ്യമേ പറ്റുള്ളൂ. അതാണ് പ്രോമിന്റെ പ്രത്യേകത. പ്രോമിന്റെ പ്രത്യേകത അതാണ്, നമുക്ക് ഒരു പ്രാവശ്യം നമുക്ക് ഡാറ്റ സ്റ്റോർ ചെയ്യാൻ പറ്റും. ഒരു എക്സാമ്പിൾ ആണ് 745278, ഒരു IC യുടെ പേരാട്ടോ. എക്സാമ്പിൾ ഓഫ് പ്രോം ഈസ് 745278. രണ്ടാമത്തെ ടൈപ്പാണ് EEPROM, ഇറേസബിൾ പ്രോഗ്രാമുകൾ. അപ്പൊ ഈ പ്രോമിനകത്ത് എന്താ പ്രശ്നം? പ്രോമിനകത്ത് നമുക്ക് എഴുതാൻ പറ്റും, പക്ഷെ മായ്ക്കാൻ പറ്റില്ലായിരുന്നു. അടുത്തൊരു പ്രൊഫഷൻ കൂടി പിന്നെ റിസർച്ചുകൾ പിന്നെ നടന്നുകൊണ്ടിരുന്നപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി? മയക്കാൻ പറ്റുന്ന പ്രോം ഉണ്ടോ എന്ന് നോക്കി. അപ്പൊ മയക്കാൻ പറ്റുന്ന പ്രോം കണ്ടുപിടിച്ചു. അപ്പം EEPROM എന്നാണ് അതിന്റെ പേര്. EEPROM എന്ന് പറഞ്ഞാൽ എന്താ? അൾട്രാവയലറ്റ് ലൈറ്റ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് മയക്കാൻ പറ്റാന്ന് കണ്ടുപിടിച്ചു. മയച്ചിട്ട് പിന്നെയും പ്രോഗ്രാം ചെയ്യാം. ഓക്കെ, ഒരു എഴുതിയ ഡാറ്റേനെ അൾട്രാവയലറ്റ് ലൈറ്റ് ഉപയോഗിച്ച് ഹൈ ഇന്റൻസിറ്റി അൾട്രാവയലറ്റ് ലൈറ്റ് ഉപയോഗിക്കണം. ഇപ്പൊ ഉപയോഗിച്ചാൽ നമുക്ക് മയക്കാൻ പറ്റും. പിന്നെ ഇറേസ് ചെയ്യുന്നതിനും പ്രോഗ്രാം ചെയ്യുന്നതിനും പ്രത്യേക ഡിവൈസും, സെപ്പറേറ്റ് ഡിവൈസ് ആൻഡ് ഡാർക്ക് റൂംസ് ആർ നീഡഡ്. പ്രത്യേക ഡിവൈസും പ്രത്യേക ഡാർക്ക് റൂമും ഒക്കെ ആവശ്യമാണ്. ഏത്? EEPROM-ന്. അപ്പൊ EEPROM യൂസസ് MOS ടെക്നോളജി. EEPROM എന്താ ഉപയോഗിക്കുക? മെറ്റൽ ഓക്സൈഡ് സെമി കണ്ടക്ടർ ടെക്നോളജി, MOS. അപ്പൊ EEPROM യൂസസ് MOS ടെക്നോളജി. In this, data can be erased by using high intensity UV light. ഡാറ്റയെ എങ്ങനെയാ ഇറേസ് ചെയ്യാൻ പറ്റുക? ഇറേസ് ചെയ്യുന്നത് ഹൈ ഇന്റൻസിറ്റി അൾട്രാവയലറ്റ് ലൈറ്റ് ഉപയോഗിച്ച്, ഹൈ ഇന്റൻസിറ്റിയുള്ള അൾട്രാവയലറ്റ് ലൈറ്റ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇറേസ് ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനെ ഹൈ ഇന്റൻസിറ്റി അൾട്രാവയലറ്റ് ലൈറ്റ് ഉപയോഗിക്കുകയാണെങ്കിൽ ഇറ്റ് നീഡ് സെപ്പറേറ്റ് ഡിവൈസ്, പ്രത്യേക ഡിവൈസ് വേണം. ആൻഡ് സെപ്പറേറ്റ് റൂംസ്, സെപ്പറേറ്റ് ഡാർക്ക് റൂംസും ആർ നീഡഡ്. അപ്പൊ ഇറേസ് ചെയ്യാനും പ്രോഗ്രാം ചെയ്യാനും സെപ്പറേറ്റ്, ഫോർ ഇറേസിംഗ് ആൻഡ് പ്രോഗ്രാമിംഗ് സെപ്പറേറ്റ് ഡിവൈസ് ആൻഡ് ഡാർക്ക് റൂംസ് ആർ നീഡഡ്. ഇതാണ് EEPROM-ന്റെ പ്രത്യേകത. ഇത് കഴിഞ്ഞിട്ട് വന്നാണ് EEPROM. EEPROM എന്ന് പറഞ്ഞാൽ എന്താ? ഇലക്ട്രിക്കലി ഇറേസബിൾ. നമുക്ക് ഇതുവരെ അൾട്രാവയലറ്റ് കൊണ്ടാണ് ഇറേസ് ചെയ്തിരിക്കുന്നത്. ഇനി അടുത്ത ടെക്നോളജി വന്ന് ഇലക്ട്രിസിറ്റി ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇറേസ് ചെയ്യാൻ പറ്റും.
അപ്പോൾ റീപ്രോഗ്രാംഡ് വെരി ഈസി ആയിട്ട് ഇറ്റ് ക്യാൻ ബി റീപ്രോഗ്രാംഡ് വെരി ഈസിലി. ഇറ്റ് റിക്വയർ ഇലക്ട്രിസിറ്റി ഫോർ റീപ്രോഗ്രാമിംഗ്. അപ്പോൾ മായ്ച്ചിട്ട് പിന്നെ എഴുതുന്നതിനാണ് നമ്മൾ എന്ത് റീപ്രോഗ്രാമിംഗ് എന്ന് പറയാം. മായ്ച്ചിട്ട് ഇറേസ് ചെയ്തിട്ട് പിന്നെയും റൈറ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് പറയാ റീപ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇറ്റ് റിക്വയർ ഇലക്ട്രിസിറ്റി ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമുക്ക് റീപ്രോഗ്രാം ചെയ്യാൻ പറ്റും. ഇറ്റ് ഡസ് നോട്ട് നീഡ് സ്പെഷ്യൽ ഡിവൈസ്. പ്രത്യേക ഡിവൈസ് EEPROM പോലെ ഡാർക്ക് റൂമോ പ്രത്യേക ഡിവൈസോ ഒന്നും ആവശ്യമില്ല. ഇറ്റ് ഡസ് നോട്ട് നീഡ് സ്പെഷ്യൽ ഡിവൈസ് ഫോർ പ്രോഗ്രാമിംഗ്. പിന്നെ പ്രോഗ്രാം ചെയ്യാൻ വേണ്ടി റീപ്രോഗ്രാം ചെയ്യാൻ വേണ്ടി പ്രത്യേക ഡിവൈസിന്റെ ആവശ്യമില്ല. ഇറ്റ് റിക്വയർ 5 വോൾട്ട് ഫോർ റീഡിംഗ്, 12 വോൾട്ട് ഫോർ ഇറേസിംഗ്, 21 വോൾട്ട് ഫോർ റൈറ്റിംഗ്. റൈറ്റ് ചെയ്യാൻ വേണ്ടി 21 വോൾട്ട് ആണ്, റീഡ് ചെയ്യാൻ വേണ്ടി 12 വോൾട്ട് ആണ്, ഇറേസ് ചെയ്യാൻ വേണ്ടി റീഡ് ചെയ്യാൻ വേണ്ടി 5 വോൾട്ട് ആണ്, ഇറേസ് ചെയ്യാൻ വേണ്ടി 12 വോൾട്ട് ആണ് ഉപയോഗിക്കുക. ഇനി ഒരു EEPROM ഏകദേശം 10,000 ടൈംസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പിന്നെ ഉപയോഗിക്കാൻ പറ്റും. 10,000 ടൈംസ് നമുക്ക് മായ്ക്കാം, പിന്നെയും റൈറ്റ് ചെയ്യാം, പിന്നെയും ഇറേസ് ചെയ്യാം, പിന്നെയും റൈറ്റ് ചെയ്യാം. അങ്ങനെ അറൌണ്ട് ഓൾമോസ്റ്റ് 10,000 ടൈംസ് വി ക്യാൻ റീപ്രോഗ്രാം ദ EEPROM. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മുടെ ഫസ്റ്റ് യൂണിറ്റ്. അപ്പൊ ഇത്രയാണ് നമ്മളെ ഫസ്റ്റ് യൂണിറ്റ്. അപ്പൊ ഫസ്റ്റ് യൂണിറ്റില് എൻഡ് ചെയ്തു. അപ്പൊ ഇത്ര നോട്ട് മുഴുവൻ കംപ്ലീറ്റ് ചെയ്യണം. ഈ നോട്ട് മുഴുവൻ കംപ്ലീറ്റ് ചെയ്യണം. അപ്പൊ നിങ്ങളുടെ ഫസ്റ്റ് യൂണിറ്റ് നിങ്ങൾക്ക് നോട്ട് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി കഴിഞ്ഞ ആഴ്ച ഒരു ഞാൻ ടൈം തന്നു, 1 വീക്കോളം ടൈം തന്നിരുന്നു. അപ്പോൾ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തു എന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഒരു യൂണിറ്റ് കഴിയുമ്പോൾ നമുക്ക് 2 കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഒന്ന് ഒരു യൂണിറ്റ് ടെസ്റ്റ്, ഒന്ന് ഒരു യൂണിറ്റിന്റെ അസൈൻമെന്റ്. ഈ 2 കാര്യങ്ങൾ ചെയ്യാം. ഓക്കെ, അപ്പൊ യൂണിറ്റ് ടെസ്റ്റ് എന്ന് പറയുന്നത് ഞാൻ നടത്തിക്കോളാം. അപ്പൊ അസൈൻമെന്റ് എന്ന് പറയുന്നത് ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ നോട്ടുമാണ്. നിങ്ങൾ ഓൾറെഡി സബ്മിറ്റ് ചെയ്തതാണ്. എനിക്ക് എല്ലാ നോട്ടും നിങ്ങൾ സബ്മിറ്റ് ചെയ്തതാണ്. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യാം, അസൈൻമെന്റ് എന്ന് പറഞ്ഞാൽ അസൈൻമെന്റ് തരും. ഈ അസൈൻമെന്റ് എന്ന് പറയുന്നത് ഇതുവരെ ഈ യൂണിറ്റിന്റെ മുഴുവൻ നോട്ടും ഫസ്റ്റ് ടു ലാസ്റ്റ് ഈ ഇന്നത്തെ വരെയുള്ള നോട്ട് എനിക്ക് അസൈൻമെന്റ് ആയിട്ട് അയച്ചു തരാം. അപ്പൊ അസൈൻമെന്റ് നമ്പർ 1 എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ട് പ്രത്യേകം സെപ്പറേറ്റ് എഴുതണ്ട, അതിന്റെ ഫോട്ടോ 1 to ലാസ്റ്റ് വരെയുള്ള ഫോട്ടോ എനിക്ക് അയച്ചു തരാം. എന്നാലേ നിങ്ങൾക്ക് അസൈൻമെന്റിന്റെ മാർക്ക് കിട്ടുള്ളൂ. വരെ നോട്ട് സബ്മിറ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ. ഇപ്പോൾ ഒരു പ്രശ്നമില്ല, നിങ്ങൾക്ക് അസൈൻമെന്റ് വെക്കാൻ വേണ്ടി നിങ്ങൾക്ക് ഒരു പ്രോബ്ലം ഇല്ല. നിങ്ങൾക്ക് എന്ത് ചെയ്താൽ മതി, നിങ്ങൾ ഓൾറെഡി ഉള്ള ആദ്യം മുതൽ അവസാനം വരെ നിങ്ങൾ എഴുതിയ യൂണിറ്റ് 1ന്റെ നോട്ട് എന്ത് ചെയ്യാം, ഫോട്ടോ എടുത്തിട്ട് ഗൂഗിൾ ക്ലാസ് റൂമിൽ അപ്ലോഡ് ചെയ്യാം. ഞാൻ പറയാം, ഡേറ്റ് ഒക്കെ തരാം, ഞാൻ ഗ്രൂപ്പിൽ പറയാം. ഓക്കെ, ഇനി ഇതിൽ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കി. ഇത്രയും ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് പഠിച്ചിരിക്കണം. ഈ 10 ക്വസ്റ്റ്യൻസ് വെരി ഇമ്പോർട്ടന്റ് ആണ്. ഈ യൂണിറ്റിൽ ചോദിക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ്. 10 ക്വസ്റ്റ്യൻസ് ഞാൻ പറയാം, ഒന്ന് എഴുതിയെടുത്തോളൂ. പിന്നെ ഫസ്റ്റ് വൺ, വോൺ ന്യൂമാൻ ആർക്കിടെക്ചർ. ഇൻപുട്ട് യൂണിറ്റ്, ഔട്ട്പുട്ട് യൂണിറ്റ്, CPU. ഇതാണ് വോൺ ന്യൂമാൻ ആർക്കിടെക്ചർ അല്ലെ. അപ്പൊ ഇൻപുട്ട് യൂണിറ്റ് എന്തിനാണ്, ഔട്ട്പുട്ട് യൂണിറ്റ് എന്തിനാണ്, CPU എന്തിനാണ് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു അത്. പിന്നെ ഇന്റർ കണക്ഷൻ സ്ട്രക്ചർ. നമുക്കറിയാലോ, 3 കാര്യങ്ങളിലെ ഇൻപുട്ട് എന്തൊക്കെയാണ്, 3 കാര്യങ്ങളിലെ ഔട്ട്പുട്ട് എന്തൊക്കെയാണ്. 3 യൂണിറ്റുകൾ, IO യൂണിറ്റ് ഉണ്ട്, മെമ്മറി യൂണിറ്റ് ഉണ്ട്, CPU ഉണ്ട്. അപ്പൊ IO യൂണിറ്റിൽ എന്തൊക്കെയാണ് ഇൻപുട്ട് ആയിട്ട് വരുന്നത്, IO യൂണിറ്റിൽ എന്തൊക്കെയാണ് ഔട്ട്പുട്ട് ആയിട്ട് പോകുന്നത്, മെമ്മറിയിൽ എന്തൊക്കെയാണ് ഇൻപുട്ട് ആയിട്ട് വരുന്നത്, മെമ്മറി എന്തൊക്കെയാണ് ഔട്ട്പുട്ട് ആയിട്ട് പോകുന്നത്, CPU എന്തൊക്കെയാണ് ഇൻപുട്ട് ആയിട്ട് വരുന്നത്, CPU എന്തൊക്കെയാണ് ഔട്ട്പുട്ട് ആയിട്ട് പോകുന്നത്, അത് വരച്ചാൽ മതി. അപ്പൊ അത് ഇന്റർ കണക്ഷൻ സ്ട്രക്ചർ. ഓർമ്മല്ലേ, റീഡ് റൈറ്റ്, മെമ്മറിയിലെ ഇൻപുട്ട്, മെമ്മറി നോക്കാം നമുക്ക്. ജസ്റ്റ് മെമ്മറി എന്ന് പറയുന്ന യൂണിറ്റിന്റെ ഇൻപുട്ട് ലൈൻസ് ഏതൊക്കെയാ, മെമ്മറിയിൽ എന്തൊക്കെയാണ് നമുക്ക് കൊടുക്കേണ്ടത്, ഇൻപുട്ട് ലൈൻസ് പറഞ്ഞാൽ കൊടുക്കേണ്ടത് എന്തായിരിക്കും, നമുക്ക് മെമ്മറിയിൽ കൊടുക്കേണ്ടി വരിക, റീഡ് ചെയ്യണോ റൈറ്റ് ചെയ്യണോ എന്ന് പറയേണ്ടി വരും. പിന്നെ ഡാറ്റ വേണ്ടി വരും അല്ലെ, മെമ്മറിയിൽ ഇൻപുട്ട് ചെയ്യാൻ ഡാറ്റ വേണം, റീഡ് ചെയ്യണോ റൈറ്റ് ചെയ്യണോ എന്ന് പറയണം. ഓക്കെ, ഇത്രയാണ് നമ്മൾ മെമ്മറിയിലെ ഇൻപുട്ട് ലൈൻസ്. അതേപോലെ നിങ്ങൾ മുമ്പേ പഠിച്ചാണ് നോക്കുക. ഇനി അടുത്തത് എലിമെന്റ്സ് ഓഫ് ബസ് ഡിസൈൻ. ബസ് ഡിസൈൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട എലിമെന്റ്സ് എന്തൊക്കെയാണ് കാര്യങ്ങൾ. 3 കാര്യങ്ങൾ ഓർമ്മയില്ലേ, ടൈപ്പ് ഓഫ് ദ ബസ്, മെത്തേഡ് ഓഫ് ആർബിട്രേഷൻ, പിന്നെ ടൈമിംഗ്. ടൈപ്പ് ഓഫ് ദ ബസ് തന്നെ 2 ഉണ്ട്, ഡെഡിക്കേറ്റഡും മൾട്ടിപ്ലക്സ്ഡും. മെത്തേഡ് ഓഫ് ആർബിട്രേഷൻ 2 ഉണ്ട്, ഒന്ന് സെൻട്രലൈസ്ഡും ഡിസ്ട്രിബ്യൂട്ടഡും. പിന്നെ ടൈമിംഗ് 2 ഉണ്ട്, സിൻക്രണസും അസിൻക്രണസും. അത് നോക്കുക കേട്ടോ. പിന്നീട് മൾട്ടിപ്പിൾ ബസ് ഹൈറാർക്കി. മൾട്ടിപ്പിൾ ബസ് ഹൈറാർക്കി എന്നാൽ 2 ടൈപ്പാണ് മൾട്ടിപ്പിൾ ബസ് ഹൈറാർക്കി. ഒരു ബസ്സിന് വരെ 2 മൾട്ടിപ്പിൾ ബസ് എന്ന് പറഞ്ഞാൽ ഒന്നിൽ കൂടുതൽ ഉപയോഗിക്കുന്ന 2 ടെക്നിക്കാണ്. ഒന്ന് ട്രഡീഷണൽ സ്ട്രക്ചറും ഹൈ പെർഫോമൻസ് സ്ട്രക്ചറും. ട്രഡീഷണൽ സ്ട്രക്ചറിനകത്ത് 2 ബസ്സാണ് ഉപയോഗിക്കുന്നത്, സിസ്റ്റം ബസ്സും എക്സ്പാൻഷൻ ബസ്സും. സിസ്റ്റം ബസ്സിനെ എക്സ്പാൻഷൻ ബസ്സിനെ തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടി എക്സ്പാൻഷൻ ബസ് ഇന്റർഫേസ് ഉപയോഗിക്കുന്നു.
സിസ്റ്റം ബസ്സിൽ സ്പീഡ് കൂടിയ ഡിവൈസുകളൊക്കെ സിസ്റ്റം ബസ്സിലും പിന്നെ സ്പീഡ് കുറഞ്ഞ ഡിവൈസുകളൊക്കെ എക്സ്പാൻഷൻ ബസ്സിലും. ഓക്കെ, പിന്നുള്ളത് ഹൈ പെർഫോമൻസ് ട്രഡീഷണൽ സ്ട്രക്ചറും ഹൈ പെർഫോമൻസ് സ്ട്രക്ചറും അല്ലെ. ഹൈ പെർഫോമൻസ് സ്ട്രക്ചറിനകത്ത് 3 ബസ് ഉപയോഗിക്കുന്നുണ്ട്. സിസ്റ്റം ബസ്, ഹൈ സ്പീഡ് ബസ്, എക്സ്പാൻഷൻ ബസ്. ഏറ്റവും സ്പീഡ് കൂടിയ ബസ് സിസ്റ്റം ബസ്സിൽ, അതിനേക്കാൾ സ്പീഡ് കുറഞ്ഞ ഡിവൈസുകളൊക്കെ എക്സ്പാൻഷൻ ബസ് ഹൈ സ്പീഡ് ബസ്സിനകത്ത്, തീരെ സ്പീഡ് കുറഞ്ഞ ഡിവൈസുകളൊക്കെ എക്സ്പാൻഷൻ ബസ്സിനകത്ത്. ഓക്കെ, ഇനി കമ്പ്യൂട്ടർ ഫംഗ്ഷൻസ്, അത് രണ്ടാമത്തെ ടോപ്പിക് ആയിട്ട് വരുന്നുണ്ട്. കമ്പ്യൂട്ടർ ഫംഗ്ഷൻസ് ബോൺ ന്യൂമാൻ ആർക്കിടെക്ചർ എടുത്ത ഉടനെ നമ്മൾ പറഞ്ഞാണ് കമ്പ്യൂട്ടർ ഫംഗ്ഷൻസ്. കമ്പ്യൂട്ടർ ഫംഗ്ഷൻസ് എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടറിനകത്തുള്ള എന്തൊക്കെ ഓരോ MAR എന്തിനാണ്, MDR എന്തിനാണ്, പ്രോഗ്രാം കൗണ്ടർ എന്തിനാണ്, പിന്നെ MAR MDR PC ഒക്കെ എന്തിനാണെന്നുള്ളതാണ് ഇത് കമ്പ്യൂട്ടർ ഫംഗ്ഷൻ. ഓക്കെ, പിന്നുള്ളത് IR ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ എന്തിനാണ്, ഇതൊക്കെയാണ് നമ്മൾ പഠിക്കാൻ കേട്ടോ. MAR അഡ്രസ് സ്റ്റോർ ചെയ്യാനാണ്, MDR ഡാറ്റ സ്റ്റോർ ചെയ്യാനാണ്, പ്രോഗ്രാം കൗണ്ടർ എന്തിനു വേണ്ടിയിട്ടാണ്, അടുത്ത നെക്സ്റ്റ് എക്സിക്യൂട്ടിംഗ് ഇൻസ്ട്രക്ഷന്റെ അഡ്രസ് സ്റ്റോർ ചെയ്യാനാണ് പ്രോഗ്രാം കൗണ്ടർ. നെക്സ്റ്റ് എക്സിക്യൂട്ടിംഗ് ഇൻസ്ട്രക്ഷന്റെ അഡ്രസ് സ്റ്റോർ ചെയ്യാനാണ് പ്രോഗ്രാം കൗണ്ടർ. IR എന്തിനാണ്, ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ എന്തിനാണ്, ഇപ്പൊ വർക്ക് ചെയ്യുന്ന ഇൻസ്ട്രക്ഷൻ സ്റ്റോർ ചെയ്യാനാണ്. ദ കറന്റ്ലി വർക്കിംഗ് ഇൻസ്ട്രക്ഷൻ ഈസ് സ്റ്റോർഡ് ഇൻ ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ. ഓക്കെ, പിന്നുള്ളത് ക്യാഷ് മെമ്മറി. ക്യാഷ് മെമ്മറി നോക്കാം. പിന്നെ ക്യാഷ് മെമ്മറി എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ ഓൾറെഡി പറഞ്ഞു. ക്യാഷ് മെമ്മറി എന്ന് പറയുന്നത് നമ്മുടെ റാമിനകത്ത് പോയിട്ട് CPU-ന് ഡാറ്റ എടുക്കാൻ വേണ്ടി കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും, കുറച്ച് സമയം എടുക്കും. അതുകൊണ്ട് CPU-ന്റെയും റാമിന്റെയും തമ്മിലുള്ള സ്പീഡ് മിസ്മാച്ച് ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന മെമ്മറിയാണ് ക്യാഷ് മെമ്മറി. അപ്പോൾ ക്യാഷ് മെമ്മറി എവിടെ ഉണ്ടാവും, ഇറ്റ് ഈസ് പ്ലേസ്ഡ് ഇൻ ബിറ്റ്വീൻ CPU ആൻഡ് റാം. റാമിന്റെയും CPU-ന്റെ ഇടയ്ക്ക് ആണ് ക്യാഷ് മെമ്മറി ഈസ് പ്ലേസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ക്യാഷ് മെമ്മറിയെ പറ്റി പഠിക്കാം. ഇനി എലിമെന്റ്സ് ഓഫ് ക്യാഷ് ഡിസൈൻ. ക്യാഷ് ഡിസൈൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഏതൊക്കെയാണ്? ക്യാഷ് ഡിസൈൻ ചെയ്യുമ്പോൾ എന്തൊക്കെയായിരുന്നു എനിക്ക് ഓർമ്മ ഉള്ളത്? എന്തൊക്കെയായിരുന്നു? പിന്നെ ക്യാഷ് സൈസ്, പിന്നെ ക്യാഷ് അഡ്രസ് രണ്ടെണ്ണം ഉണ്ട്, ലോജിക്കൽ അഡ്രസ്സും ഫിസിക്കൽ അഡ്രസ്സും. പിന്നെ ഉള്ളത് പിന്നെ ഇത് മാപ്പിംഗ് ഫംഗ്ഷൻ, റീപ്ലേസ്മെന്റ് പോളിസി, പിന്നെ റൈറ്റ് പോളിസി. ഇതൊക്കെയാണ് എന്ത് ക്യാഷ് എലിമെന്റ്സ് ഓഫ് ക്യാഷ് ഡിസൈൻ. നമ്മൾ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞാണ് എലിമെന്റ്സ് ഓഫ് ക്യാഷ് ഡിസൈൻ. ഇനിയിപ്പോ നമ്മൾ ഇന്ന് പറഞ്ഞ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് റാമും റോമിന്റെ ഡിഫറെന്റ് ടൈപ്സ്. ഇപ്പൊ റാം റോം എന്നുള്ള ROM 3 ആയി പോയിട്ടുണ്ട്. സോറി, അത് മാറ്റണേ. ROM 3 ആയി പോയിട്ടുണ്ട്. ROM റാം ആൻഡ് റോം. ഓക്കെ, റാമും റോമിന്റെ ഡിഫറെന്റ്. റാം 2 ടൈപ്പ്, സ്റ്റാറ്റിക് റാമും ഡൈനാമിക് റാമും. സ്റ്റാറ്റിക് റാം 2 ടൈപ്പ്, സിങ്ക്രണസും അസിങ്ക്രണസും. ഡൈനാമിക് റാമും 3 ടൈപ്പ്, സിങ്ക്രണസും പിന്നെ SD റാം, പിന്നെ സിങ്ക്രണസ് ഡൈനാമിക് റാമും, റാംബസ് ഡൈനാമിക് റാമും, പിന്നെ DDR SD റാം. പിന്നെ DDR SD റാം തന്നെ 3 ടൈപ്പ്, DDR1, DDR2, DDR3, DDR4. ഓക്കെ, പിന്നെ സ്റ്റാറ്റിക് റാമിനെ ഡൈനാമിക് റാമിന്റെ വ്യത്യാസം പഠിക്കണം. Interrupt എന്തിനാണ്? That is a mechanism used by different devices in a computer to interrupt the normal working of CPU. CPU-ന്റെ നോർമൽ വർക്കിങ്ങിനെ തടസ്സപ്പെടുത്താൻ വേണ്ടി കമ്പ്യൂട്ടറിനകത്തുള്ള ഡിവൈസുകൾ ഉപയോഗിക്കുന്ന മെത്തേഡാണ് ഇന്ററപ്റ്റ്. പിന്നെ ഇന്ററപ്റ്റ് അറൈവ്സ്, ഇന്ററപ്റ്റ് വന്നാൽ എന്തൊക്കെ നടത്തണം? ഇപ്പോഴത്തെ കറണ്ട് ഇപ്പോൾ ചെയ്യുന്ന വർക്ക് ചെയ്യാൻ നിർത്തിവെച്ചിട്ട് ഇന്ററപ്റ്റ് എന്തിനാണോ വന്നത് അത് ചെയ്യണം. എന്നിട്ട് ബാക്കി ഇന്ററപ്റ്റ് പോയതിനു ശേഷം ബാക്കി വർക്ക് ചെയ്യണം. ഇതാണ് ഇന്ററപ്റ്റ് വന്നാലുള്ള കാര്യം. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഇന്ററപ്റ്റ് ഉണ്ട്. ഹാർഡ്വെയർ ഇന്ററപ്റ്റ് ഉണ്ട്, പിന്നെ പ്രോഗ്രാം ഇന്ററപ്റ്റ് ഉണ്ട്, പിന്നെ ഹാർഡ്വെയർ ഫെയിലിയർ ഉണ്ട് അല്ലേ. അപ്പൊ ഇതൊക്കെ പിന്നെ ടൈമർ ഇന്ററപ്റ്റ് ഉണ്ട്, 4 ഇന്ററപ്റ്റ്. ടൈമർ ഇന്ററപ്റ്റ് അതൊക്കെ പഠിക്കുക. 10 ക്വസ്റ്റ്യൻ എന്തായാലും ഇതിന് വളരെ വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് ഈ 10 ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പൊ നമ്മുടെ ഈ ഫസ്റ്റ് യൂണിറ്റ് ഇതിപ്പോ കഴിഞ്ഞു, ഇപ്പോൾ കംപ്ലീറ്റ് ചെയ്തു. ഫസ്റ്റ് യൂണിറ്റിന്റെ അസൈൻമെന്റ് ഞാൻ പറയാം, എന്താ ചെയ്യേണ്ടത് നിങ്ങൾ പറയാം, ഞാൻ വാട്സാപ്പ് ഗ്രൂപ്പിൽ ഇടാം കേട്ടോ. അപ്പൊ ഫസ്റ്റ് യൂണിറ്റ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം, നേരിട്ട് വിളിക്കുകയോ വാട്സാപ്പിൽ ഡയറക്റ്റ് പേഴ്സണൽ മെസ്സേജ് അയക്കുകയോ എന്താണ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് എന്തായാലും ഈ ക്വസ്റ്റ്യൻ ഒക്കെ പഠിച്ചു വെക്കുക, പിന്നെ ഇത് നോട്ട് കംപ്ലീറ്റ് ചെയ്ത് വെക്കുക.